വിഷയത്തിലാണോ, നിന്റെ ഹെൽത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ സ്വസ്ഥതയ്ക്കെതിരെ, നിന്റെ സന്തോഷത്തിനെതിരെ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനെതിരെ, നിന്റെ ഫിനാൻസിനെതിരെ, നിന്റെ ദൈവിക ബന്ധത്തിനെതിരെ, ഹോളി സ്പിരിറ്റ് നിന്നെ കൊണ്ട് ലാഭം കൊയ്യാൻ നിന്നിട്ട് നടക്കാതെ പോയത് കൊണ്ട്, അവന്റെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കാൻ കഴിയാഞ്ഞതിലെ കലിപ്പ് കൊണ്ട്, അവന്റെ കമ്പനിയിൽ നിന്നെ ജോലി ചെയ്യാൻ കിട്ടാഞ്ഞത് കൊണ്ട്, അവന്റെ പ്ലാറ്റ്ഫോമിൽ അവന്റെ അസോസിയേറ്റ് ആയിട്ട് നിന്നെ കിട്ടാഞ്ഞത് കൊണ്ട് നിനക്കെതിരെ ഉയർത്തുന്ന സകല ക്ലെയിമുകളോ, whatever may be, it may be human, it may be territorial, it may be demonic, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. ന്യായവിസ്താരത്തിൽ നിനക്കെതിരായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെ നീ കുറ്റം വിധിക്കും. ഇത് ദൈവത്തിന്റെ ദാസന്മാരുടെ അവകാശവും ജീവിതത്തിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തുന്ന എല്ലാ ക്ലെയിമുകളും, ജീവിതത്തിന്റെ ഉയർച്ചയെ തടഞ്ഞു നിർത്തുന്ന എല്ലാ ക്ലെയിമുകളും ഇന്ന് രാത്രി ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നന്മ തെളിഞ്ഞു വരട്ടെ, പ്രോസ്പെരിറ്റി ഓപ്പൺ ആകട്ടെ, ബ്ലെസ്സിംഗുകൾ റിലീസ് ആകട്ടെ. I declare victory. യേശു ക്രിസ്തു മാധുര്യവാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ ഓ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ ഓ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ ആരാധന ആരാധന യേശുവിൻ ആരാധന 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 യേശുവിൻ ആരാധന 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 എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം ചേർന്ന് പാടാമോ എൻ പ്രാപ്തിയെല്ലാം ഓ അങ്ങു മാത്രം എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം നിൽക്കുന്നത് ഓ നിൽക്കുന്നതോ ആ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ നിൽക്കുന്നത് ഓ നിൽക്കുന്നതോ ഓ ആ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ എൻ പ്രാപ്തിയെല്ലാം എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം നിൻ കൃപ മാത്രം ഓ എൻ പ്രാപ്തിയെല്ലാം വായ്കളെ തുറന്ന് പാടിയാൽ ഓ എൻ യോഗ്യതയോ
ഭാവിയെല്ലാം നിൻ കരത്തിൽ. ഓ നിൻ മുഖമത്രേ ഓ നിൻ മൊഴിയാതോ ജീവബലം. നിൻ മുഖമത്രേ നിത്യാനന്ദം. നിൻ മൊഴിയാതോ എൻ ജീവബലം. ഓ നിൽക്കുന്നതോ ആ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. നിൽക്കുന്നതോ ആ ക്രൂശിൽ ചാരി. വായികളെ തുറന്ന് പറയാം. എൻ പ്രാപ്തിയെല്ലാം എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം. എൻ യോഗ്യതയോ എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയല്ല എൻ പ്രാപ്തിയല്ല ഓ അങ്ങു മാത്രം. എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. ഞാൻ നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. നിൽക്കുന്നതോ ആ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ചേർന്ന് നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി ഓ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി ഓ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ ഓ യേശുവേ ഓ പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് രാത്രികാലം ആ കൃപയ്ക്കായി യാചിച്ചാൽ ഞാൻ നിൽക്കുന്നതും അങ്ങയുടെ കൃപ. ഓ ഞാൻ നശിച്ചു പോകാതിരുന്നതും അങ്ങയുടെ കൃപ. ഓ ഞാൻ മുന്നോട്ട് പോകുന്നതും അങ്ങയുടെ കൃപയൊന്ന് മാത്രം. കൃപയൊന്ന് മാത്രമേ. ഓ യേശുവേ കൃപയ്ക്കായി ഓ വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ
വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഓ കൃപ വേണം, ഓ കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഓ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഓ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ചേർന്ന് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. Oh, with all your grace, I am nothing. With all your grace, I am nothing above. Oh, കൃപ വേണം. Oh, യേശുവേ. Oh, കൃപയുടെ ഉറവിടമേ. Oh, കൃപയുടെ ഉടയവനേ. Oh, കൃപയുടെ ഉറവിടമേ. Oh, കൃപയുടെ ഉടയവനേ. കൃപ വേണം, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ. ഇന്ന് രാത്രികാലം ചോദിച്ചാട്ട് അളവ് കൂടാതെ അളവില്ലാത്തൊരു കൃപ ഇന്ന് രാത്രികാലം നമ്മളിൽ പകരട്ടെ. കൃപ വേണമപ്പ. ഓ എനിക്ക് അങ്ങയുടെ കൃപ വേണം. കൃപയില്ലാതെ ഞാൻ ഒന്നുമില്ല. ഓ നിൻ കൃപ വേണം എനിക്ക്. നിൻ കൃപ മാത്രം മതി. നിൻ കൃപയില്ലാതെ ഞാൻ ഒന്നുമില്ല. നിൻ കൃപ വേണം എനിക്ക്. നിൻ കൃപ മാത്രം മതി. നിൻ കൃപയില്ലാതെ ഞാൻ ഒന്നുമില്ല. നിൻ കൃപ വേണം എനിക്ക്. നിൻ കൃപ മാത്രം മതി. നിൻ കൃപയില്ലാതെ ഞാൻ. ഓ യേശുവേ, യേശുവേ കൃപ വേണമപ്പാ. രാത്രികാലം എത്ര പേർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചോദിക്കാൻ കഴിയും? നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പം വചനം പറയുന്നതല്ലോ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളുടെ കൃപയ്ക്കായി യാചിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ കൃപയാണ് ഇന്ന് രാത്രികാലവും നമ്മളെ നിലനിർത്തുന്നത്. കൃപയൊന്നു മാത്രമാണ്. നമ്മൾ വീഴാതിരുന്നത്, നമ്മൾ നശിച്ചു പോകാതിരുന്നത്, പലപ്പോഴും വീഴുമെന്ന് നമ്മൾ തോന്നിയപ്പോഴും അവിടെ വീഴാതെ നമ്മളെ നിലനിർത്തിയത് കൃപയൊന്നു മാത്രമാണ്. കർത്താവിൻ്റെ ദയൊന്നു മാത്രമാണ്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്.
കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. പ്രഭാചനം ധുരികടകരകധ്വനാഞ്ജനാദരകടകലകത്തിരാജന അതികലകടക സന്ദരാദരകടകരക തിരിമിരികടകലകസ്യ പ്രഭാർത്ഥേനിയ. അതരം തുറന്ന് ശബ്ദമുയർത്തി അന്യഭാഷകളിൽ സംസാരിച്ചാട്ട് ഇന്ന് രാത്രി ദൈവകൃപയുടെ ഒരു അധികാരം, ദൈവകൃപയുടെ ഒരു അധികാരം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു അധികാരം ഇന്ന് രാത്രി ഇതിനകത്ത് വിളങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ the power and the authority of Holy Ghost, the power and authority of the Holy Spirit. ലബാരി ബിനികടബം പ്രവഞ്ചാലിയം ഭരന്തുനാ ജനാന്തരക തിരിമിരിക്കട്ടനാദര അതുനിമിനികടകലക സ്യന്തരാജരം പ്രവർധാനികടകടക സ്യധനേ ജനാ ജനാ ജനാദി. We trust in the name of Jesus. We trust in the name of Jesus. We believe in the power of Holy Ghost. We believe in the power of Holy Ghost. Victory in the blood of Christ. Victory in the blood of Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രഭാശങ്കല ഭരക തുരിമിനി പ്രഭാശകറ്റാലിയ ഋദാനിയ പ്രഭശകഠല ബഹതുരാരിയ ലഗം ജാനിയ പ്രവർത്തേനിയ. In the name of Jesus, in the name of Jesus, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ രക്തത്തിൽ ജയം, യേശുവിന്റെ രക്തത്തിൽ ജയം, യേശുവിൻ രക്തത്തിൽ ജയം, യേശുവിൻ രക്തത്തിൽ ജയം. Victory in the blood of Jesus Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. മറഞ്ഞിരുന്നു പൊരുതുന്ന സകല തിന്മയുടെ ബലങ്ങൾക്കുമെതിരെ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. പാതാള ശക്തികളെ ഞങ്ങൾ ശാസിച്ച് ജയമെടുക്കുന്നു. മരണ അധികാരങ്ങളെ ഞങ്ങൾ പോരുകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒതുക്കി സ്തോത്രം ചെയ്യുന്നു. ഒതുങ്ങി വരട്ടെ, ഒതുങ്ങി വരട്ടെ. ദുരാത്മ മണ്ഡലങ്ങൾ ഒതുങ്ങട്ടെ, പൈശാചിക വെല്ലുവിളികൾ ഒതുങ്ങട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിനെതിരെ നിൽക്കുന്ന സകല വാഴ്ചകളെയും അധികാരങ്ങളെയും അന്യാരാധന ശക്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഒതുക്കി ജയമെടുക്കുന്നു. Victory in the name of Jesus, victory in the name of Jesus. യാബല പ്രവർത്താനി സ്വർലോകത്തിലെ സകല ദുരാത്മ സൈന്യങ്ങൾക്കുമെതിരെ, സ്വർലോകത്തിലെ സകല ദുരാത്മ സൈന്യങ്ങൾക്കുമെതിരെ ഇന്ന് രാത്രി ഞങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയിൽ ജയമെടുക്കുന്നു. സ്വർലോകത്തിലെ സകല ദുരാത്മ ശക്തികൾക്കുമെതിരെ Holy Spirit, all the wicked powers in the heavenly places, we subduing it in Jesus' name. Labartini milegadojabam pravarteni lasimiri haltenia ralteni harthana baragadagasiara vaidavarshyam pravajya pravarteni, cancelling all the demonic authorities, cancelling all the demonic dominions, cancelling all the principalities and authorities. Holy Spirit, rasimiri harthiniala jagarthimini hotolia. Holy Spirit, Holy Spirit, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിനാൽ കുഞ്ഞാടിന്റെ രക്തത്തിനാൽ ഞങ്ങൾ ജയമെടുത്ത് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന്, ജയം നൽകുന്ന ദൈവത്തിന് തലമുറകളുടെ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ, ആത്മീക മുന്നേറ്റത്തിന് എതിർ നിൽക്കുന്ന സകല തിന്മയുടെ അധികാരങ്ങൾക്കുമെതിരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന സകല അന്ധകാരാധിപത്യങ്ങൾക്കുമെതിരെ ഇന്ന് രാത്രി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഞങ്ങൾ ചവിട്ടിക്കളയുന്നു. കീഴെ മെതിക്കപ്പെടട്ടെ. ചാരം തൂകിപ്പോകുന്നത് പോലെ, ചാരം തൂകിപ്പോകുന്നത് പോലെ ഇന്ന് രാത്രി ദുർമണ്ഡലങ്ങൾ ഉരുകി താഴെ വീഴട്ടെ. ഓ, കാറ്റിന്റെ മുമ്പിൽ പതിർ പറക്കുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ പൈശാചിക കോട്ടകൾ ചിതറട്ടെ.
അന്യാരാധന ശക്തികളുടെ മേൽ ഞാൻ ജയമെടുക്കുന്നു. അന്യാരാധന ശക്തികളുടെ മേൽ ഞാൻ ജയമെടുക്കുന്നു. അഭിഷേകത്തിന്റെ അധികാരത്തിൽ ദുർശക്തികളുടെ മേൽ ഞാൻ തേരോട്ടം നടത്തുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് തേരും തേരാളികളും ഇറങ്ങി വരുന്ന, സ്വർഗത്തിൽ നിന്ന് സൈന്യം ഇറങ്ങി വരുന്ന ദൈവിക ഇടപെടലുകൾക്ക് സ്തോത്രം. ഞങ്ങളുടെ വിഷയത്തിൽ ഒരു മനുഷ്യനല്ല, ഞങ്ങളുടെ വിഷയത്തിൽ ദൈവവും ദൂതന്മാരും അത്രേ. ഞങ്ങളുടെ വിഷയത്തിൽ ഒരു മനുഷ്യനല്ല. ഞങ്ങൾക്കുള്ള വിധി ദൈവത്തിൽ നിന്ന്, ഞങ്ങളുടെ യുദ്ധം ദൈവത്തിൻ്റെത്, ഞങ്ങളുടെ വിടുതൽ സ്വർഗത്തിൽ നിന്ന്, ഞങ്ങളുടെ ജയം കർത്താവിന്റെ കൈവശത്തിൽ. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിനാൽ ഞങ്ങൾ ജയമെടുക്കുന്നു. അനുഗ്രഹത്തിന്റെ ഉറവുകളെ ഞങ്ങൾ തുറക്കുന്നു. ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ ഉറവുകൾ തുറന്നു വരട്ടെ. അനുഗ്രഹത്തിന്റെ ഉറവുകൾ തുറന്നു വരട്ടെ. അനുഗ്രഹത്തിന്റെ ഉറവുകൾ തുറന്നു വരട്ടെ. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ഈ ജനത്തിന് വേണ്ടി മിനിസ്റ്റർ ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൈവീയ ശക്തിക്കകത്ത് നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ I command to be opened in the name of Jesus. മോശ എന്ന ഒറ്റ മനുഷ്യൻ നിന്ന് തീക്കൽ പാറയുടെ മേലെ അടിക്കുമ്പോൾ ആ ജനത്തിന് മുഴുവൻ വെള്ളം കിട്ടിയെങ്കിൽ ഇന്ന് രാത്രികാല ദൈവം എന്റെ മേലിട്ടിരിക്കുന്ന ലീഡർഷിപ്പ് അനോയിന്റിങ്ങിൽ നിന്നുകൊണ്ട് ഈ ജനത്തിന് വേണ്ടിയ സകല നന്മയുടെ ഉറവുകളെയും I command to be opened. I command to be opened. Holy Spirit executing the operating the authority of leadership. Last Maria മോശ എന്ന ഒറ്റ മനുഷ്യന്റെ മുൻപാകെ ഇസ്രായേലിന് മുഴുവനും ചെങ്കടൽ വഴിയായി മാറിയെങ്കിൽ ഇന്നു രാത്രി ഈ ജനത്തിന്റെ മുൻപാകെ ഞാൻ ദൈവത്തിന്റെ വഴികളെ തുറന്നു വയ്ക്കുന്നു. യെസ്, ഓപ്പറേറ്റിംഗ് ദ അതോറിറ്റി ഓഫ് ലീഡർഷിപ്പ്. ഇന്നു രാത്രി ദൈവം എന്റെ മേലിട്ടിരിക്കുന്ന അധികാരത്തിന്റെ നിയോഗത്തെ ഈ ജനത്തിന് വേണ്ടി ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നു. ചെങ്കടൽ മോശയുടെ മുൻപാകെ പിളർന്ന് ഇസ്രായേലിന് വഴി തുറന്നതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷക്തൻ എന്നുള്ള അധികാരത്തിൽ ഞാൻ കൽപ്പനയോടെ പ്രാർത്ഥിക്കുന്നു, കൽപ്പനയോടെ സ്തുതിക്കുന്നു. എന്റെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജനത്തിന്റെ മുൻപാകെ വാതിലുകൾ തുറന്നു വരട്ടെ, വാതിലുകൾ തുറന്നു വരട്ടെ, ഉറവുകൾ തുറന്നു വരട്ടെ. I command in kingdom authority. I command in power of Holy Ghost. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ മോശയുടെ കൈ ഉയർന്നാൽ ഒരു രാഷ്ട്രം ജയിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവം എന്റെ മേലിട്ട ലീഡർഷിപ്പ് അനോയിന്റിങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ജനത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. Let every evil powers be subdued. Let every demonic authorities be scattered in Jesus' name. ഒരു പ്രാവശ്യം കൂടെ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, ചിലർ മനുഷ്യരിലും ചിലർ പ്രഭുക്കന്മാരിലും ആശ്രയിക്കും. പക്ഷേ ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന വണ്ണം എൻ്റെ കണ്ണുകൾ എപ്പോഴും ദൈവത്തിങ്കലേക്കാണ്. ഇതാ ഞാൻ കർത്താവിനെ എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഇതാ ഞാൻ കർത്താവിനെ എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഹോവ എൻ്റെ വെളിച്ചം, ഹോവ എൻ്റെ രക്ഷയും അത്രേ, ഹോവ എൻ്റെ ജീവന്റെ ബലം അത്രേ. He is my everything. Only Jesus. Only Jesus. കർത്താവെ, ആ കാൽവറിയുടെ ചുവട്ടിലേക്ക്, ആ രക്തത്തിൻ്റെ കോട്ടയ്ക്കകത്തേക്ക്, ആ കൃപയുടെ സംരക്ഷണത്തിനകത്തേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കയറി വരും. ഇവിടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. ഇവിടെ കൃപയിൽ നിറവിൽ ഞങ്ങളെ ഇരുത്തണം. ഇവിടെ മഹത്വത്തെ ഞങ്ങളിൽ പകരണം. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഉപയോഗിക്കണം. അങ്ങേക്ക് പ്രയോജനമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണം. തിരുവിഷ്ടത്തിനായി, അങ്ങയുടെ വലിയ പദ്ധതികൾക്കായി എളിയവരെ സമർപ്പിക്കുന്നു. യാക്കോബീടത്തിലെ ബലിമൃഗം പോലെ, വിശുവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അപ്പായുടെ പൊന്നു കരുത്തിൽ തരുന്നു. കൃപയ്ക്കായി, കൃപയ്ക്കായി, കൃപയ്ക്കായി കെഞ്ചുന്നു. ഉപവാസ പ്രാർത്ഥനകളുടെ സെഷനിൽ ഞാൻ മുൻപേ ഓർപ്പിച്ചിരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ
ഈ സന്ധ്യകളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഞാൻ ഒരു തലക്കെട്ട് കൊടുക്കുമെങ്കിൽ ഇങ്ങനെ പറയും: പ്രെയർ ഓഫ് ക്യാൻസലേഷൻസ്. ഈ പ്രാർത്ഥനകളിൽ ചിലതൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടും. ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ്, ഈ പ്രാർത്ഥനയിൽ ചിലതൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടും. ആമേൻ. ഈ പ്രാർത്ഥനയിൽ ചിലതൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടും. ആമേൻ. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ചിലതൊക്കെ തകർക്കുകയും നിർമൂലമാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യണം. യെരമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ, യെരമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ പറയുകയാണ്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 9-ാം വാക്യത്തിൽ യെരമ്യാവ് 1:9 ഇങ്ങനെയാണ് പറയുന്നത്: യെരമ്യാവിനെ കർത്താവ് കൈനീട്ടി യെരമ്യാവിൻ്റെ വായെ തൊട്ടു. യെശയ്യാവിൻ്റെ വായിൽ ഒരു കനലാണ് തൊട്ടത്, പക്ഷേ യെരമ്യാവിൻ്റെ വായിൽ ദൈവത്തിൻ്റെ കൈ തന്നെ തൊട്ടു. സ്തോത്രം. ഞാനതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് കയറുന്നില്ല. അതിനനന്തരമായി ദൈവത്തിൻ്റെ വചനങ്ങളെ യെരമ്യാവിൻ്റെ വായിൽ കൊടുത്തു. ദൈവത്തിൻ്റെ വചനങ്ങൾ എപ്പോഴും സൃഷ്ടിക്കുന്നതാണ്. അവൻ തൻ്റെ വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചു. പക്ഷേ ഇവിടെ വചനങ്ങളെ വായിൽ കൊടുത്തിട്ട് യെരമ്യാവിൻ്റെ അടുക്കൽ പറയുകയാണ്: യെരമ്യാവ്, ഞാൻ എന്ത് ചെയ്യുവാൻ പോവുകയാണ് നിന്നെ കൊണ്ട്? നോക്കുക, നിർമൂലമാക്കുവാനും, 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഞാനതിൻ്റെ പുറകിൽ നിന്ന് കയറി വരികയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു ഔദാര്യം, ദൈവത്തിൻ്റെ ഒരു ദാനമല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്: ഞാൻ നിന്നെ ജാതികൾക്കൊപ്പമല്ല ഇരുത്തിയിരിക്കുന്നത്, ഞാൻ നിന്നെ രാജ്യങ്ങളുടെ അകത്തല്ല ഇരുത്തിയിരിക്കുന്നത്, നീ ജാതികളുടെ മുകളിലും, ഓവർ ദ നേഷൻസ് ആൻഡ് ഓവർ ദ കിങ്ഡം. യു ആർ നോട്ട് ഇൻ എ നേഷൻ, യു ആർ നോട്ട് ഇൻ എ കിങ്ഡം, ബട്ട് യു ആർ ഓവർ ദ നേഷൻ ആൻഡ് യു ആർ ഓവർ ദ കിങ്ഡം. ദൈവം നിന്നെ ഒരു രാജ്യത്തിൽ അയക്കുമ്പോൾ ആ രാജ്യത്തിലല്ല ദൈവം നിന്നെ അയക്കുന്നത്, ആ രാജ്യത്തിൻ്റെ, ആ ജാതിയുടെ മുകളിലാണ് ദൈവം നിന്നെ നിർത്തുന്നത്. ആമേൻ. നോക്കുക, ഞാൻ നിന്നെ ജാതികളുടെയും രാജ്യങ്ങളുടെയും മുകളിൽ നിർത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാനിരിക്കുന്ന ഓരോ ദൈവമക്കളും ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് പറഞ്ഞാട്ടെ: ഞാൻ പിശാചുമായി ഒരു ഫേസ് ടു ഫേസ് യുദ്ധത്തിലല്ല, പകരം ഞാൻ പിശാചിനെക്കാട്ടിലും ഒരു തട്ട് മുകളിലാകുന്നു. ആമേൻ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ പ്രാർത്ഥനയിൽ വന്ന ഒരു വലിയ മാറ്റത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലം തുടങ്ങി ഒരു ശുശ്രൂഷയുടെ ഭാഗം വരെയും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്: കർത്താവേ, പിശാചിൻ്റെ കയ്യിൽ അകപ്പെടാതെ എന്നെ സൂക്ഷിക്കണമേ, അവൻ പൊരുതുമ്പോൾ എന്നെ സൂക്ഷിക്കണമേ. പക്ഷേ അതിനുശേഷം എൻ്റെ പ്രാർത്ഥന ഞാൻ അറിയാതെ മാറി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി: കർത്താവേ, പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കൃപ നൽകണമേ. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ സെൻസ് ചെയ്യുന്ന ഒരു പ്രാർത്ഥന: പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടവനല്ല ഞാൻ, പകരം പിശാചിനെ കീഴ്മേൽ ചവിട്ടി മറിച്ച് അവൻ്റെ മേൽ, over the demonic kingdoms, over the demonic authorities, ഞാൻ അവനുമായി ഫേസ് ടു ഫേസ് നിന്ന് യുദ്ധം ചെയ്യേണ്ടവനല്ല, പകരം ഞാൻ അവൻ്റെ മുകളിൽ അധികാരം നടത്തേണ്ടവനാണ്. അതുകൊണ്ടാണ് ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികൾ, വംശങ്ങളിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്തതിനെ കുറിച്ച് സ്വർഗത്തിൽ പാടുന്നു: അവർ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുവെന്നാണ്? വാഴുന്നു എന്ന്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ: ഞാൻ പിശാചിനോട് യുദ്ധം ചെയ്യുകയല്ല, ഞാൻ പിശാചിനെ വാഴുക തന്നെ ചെയ്യുക. ഞാൻ പൈശാചിക മണ്ഡലങ്ങളോട് പൊരുതി നിൽക്കുന്നവനല്ല, ഞാൻ പൈശാചിക മണ്ഡലങ്ങളെ ചവിട്ടി കീഴാക്കി ജയമെടുക്കുന്നവനത്രേ. ഇന്ന് രാത്രി നിനക്ക് പിശാചിനോടൊരു യുദ്ധമല്ല, പിശാചിൻ്റെ മേലൊരു ജയമാണ്. ഒരു നിമിഷം കരമടിച്ച് സ്തോത്രം പറഞ്ഞേ: എനിക്ക് പിശാചിനോടൊരു യുദ്ധമല്ല, എനിക്ക് പിശാചിൻ്റെ മേൽ ഒരു ജയമാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്: യെരമ്യാവേ, ഞാൻ നിന്നെ അങ്ങനെ ഒരു അധികാരത്തിലേക്ക് നിർത്തിയിരിക്കുന്നത്, ആമേൻ, ചിലതിൽ, ആമേൻ, നിർമൂലമാക്കുവാൻ, പൊളിക്കുവാൻ, നശിപ്പിക്കുവാൻ, ഇടിച്ചു കളയുവാൻ. 4 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്ന് പറയുകയാണ്: ചിലതിനെ റൂട്ട് ഔട്ട് ചെയ്യുവാൻ, വേരോടെ പിഴുതെടുക്കുവാൻ. മലയാളത്തിലെല്ലാം ഒരുപോലെ നിൽക്കും, പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്: ചിലതിനെ വേരോടെ പിഴുതെടുക്കുവാൻ. ഈ ദിവസങ്ങളിലെ രാത്രികളിൽ ദൈവജനം ഉപവാസത്തോടെ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നു: നിന്റെ ചരിത്രത്തിൽ നിന്ന്, നിന്റെ പാരമ്പര്യത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന് ചിലതിനെ നീ വേരോടെ പിഴുതെടുക്കും.
വേരോടെ പിഴുതെടുക്കും. ഇന്ന് രാത്രി അധരം തുറന്ന് പറഞ്ഞ് വേരോടെ ഞാൻ ചിലതിനെ പിഴുതെടുക്കാം. കുറ്റി നിർത്തി വെട്ടിക്കളയുന്ന കോടാലിയുടെ പരിപാടിയല്ല. ഞാൻ ചിലതിനെ റൂട്ട് ഔട്ട് ചെയ്യും. ഞാൻ ചിലതിനെ വേരോടെ പിഴുതെടുക്കും. ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ അധരം തുറന്ന് പറ, I will root out. Jesus. Amen, 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 amen. ഞാൻ ചിലതിനെ വേരോടെ പിഴുതെടുക്കും. പിഴുതെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ കുനിഞ്ഞ് വലിച്ചെടുക്കും. എന്നാൽ അടുത്ത ഭാഗം പറയുകയാണ്, അമേൻ, ടു റൂട്ട് ഔട്ട്, മറഞ്ഞു കിടക്കുന്ന ചിലതിനെ അകത്തുനിന്ന് വലിച്ചു പൊക്കിയെടുക്കുവാൻ. ഇന്നലകളിൽ നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് നിന്റെ കുടുംബത്തിനകത്ത് ശത്രു പുതച്ചു വെച്ചതിനെ നീ പുറത്തെടുക്കുമെന്ന് സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് ചിലതിനെ വലിച്ചെടുക്കുന്നത് പോലെ ഇന്ന് രാത്രി അഭിഷേകം. കണ്ടോ? അത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാകും. ചിലതിനെ ഞാൻ റൂട്ട് ഔട്ട് ചെയ്യും, അടുത്ത ചിലതിനെ ഞാൻ എന്ത് ചെയ്യും? പുൾ ഡൗൺ ചെയ്യും. ആമേൻ. എന്ന് പറഞ്ഞാൽ അകത്ത് മറഞ്ഞു കിടക്കുന്ന ചിലതിനെ ഞാൻ വലിച്ചു വെളിയിലെടുത്തിടും. റാസ്മലി കട്ടൂറിയ മഹത്താനിയ. 2, ഉയരത്തിലിരിക്കുന്ന ചിലതിനെ ഞാൻ വലിച്ചു താഴെയിടും. നീ വലിച്ചു താഴെയിടാൻ മുകളിൽ കയറേണ്ട ആവശ്യമില്ല. യേഹു എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ ചലനം ഭ്രാന്തൻ്റെതുപോലെയായിരുന്നു. അഭിഷേകം അവന്റെ മൂവ്മെന്റിനെ പോലും മാറ്റി. അഭിഷേകം അവന്റെ സിസ്റ്റത്തെ മാറ്റി. അഭിഷേകം അവനെ ഒരു ഭ്രാന്തനെ പോലെയാക്കി. ഇന്ന് രാത്രി നീ തിരിച്ചറിയണോ, മറ്റുള്ളവർ പരിഹസിക്കുന്ന ഭ്രാന്തമായ ഒരു അഭിഷേകം നിന്റെ മേളിൽ ഇട്ടിരിക്കുന്നത് ടു പുൾ ഡൗൺ സംതിങ്. യേഹുവേ, നിന്നെ മനുഷ്യന് കണ്ടാൽ ഭ്രാന്തനെ പോലെ തോന്നോ? എന്തിനാ അങ്ങനെ ഒരു അഭിഷേകം നിന്റെ മേൽ ഇട്ടിരിക്കുന്നു എന്നറിയാമോ? ഒരു കാലഘട്ടം മുഴുവൻ ഇസ്രായേലിനെ ഭരിച്ചു മുട്ടിച്ച അനേക രക്തത്തെ, നിഷ്കളങ്ക രക്തത്തെ ഊറ്റിക്കുടിച്ച ഈസബേലിനെ വലിച്ചു താഴെയിടുവാൻ. പക്ഷേ ഇസബേലിനെ വലിച്ചു താഴെയിടുവാൻ യേഹുവിന് അന്തപുരത്തിൽ കയറേണ്ട. പകരം യേഹു ഇരിക്കുന്ന വാഹനത്തിനകത്തു നിന്ന് അവൻ പറയാ, ആ നശിച്ചവൾ താഴെ വീഴട്ടെ. യേഹു പറഞ്ഞു തീരുമ്പോൾ ഇതാ യേഹുവിന്റെ മുമ്പിലെ കൽത്തളത്തിൽ ഇസബേൽ വീണ് അവളുടെ തലച്ചോറ് പൊട്ടി ചിതറി അവളുടെ രക്തം നായ്ക്കൾ നോക്കുന്നു. നാവിന്റെ മേൽ ദൈവത്തിന്റെ അധികാരം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞിട്ട്, the anointing is over you, the authority on your word. നിന്റെ ശബ്ദത്തിനകത്ത്, നിന്റെ ശ്വാസത്തിനകത്ത്, to root out, to pull down, to root out, to pull down. റൂട്ട് ഔട്ട് ചെയ്യുന്നത് താഴെയിൽ നിന്നാണെങ്കിൽ പുൾ ഡൗൺ ചെയ്യുന്നത് മുകളിൽ നിന്നാണ്. നിന്റെ വീടിന് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ ഇന്നലകളിൽ ഉയരത്തിൽ കയറി നിന്ന, ആമേൻ, some wicked spirits in the heavenly places, സ്വർലോകത്തിലെ ദുരാത്മ സേനകൾ, ആമേൻ, you shall pull down in these prayers. ഈ ഉപവാസത്തിൽ നീ ചിലതിനെ താഴെ വലിച്ചിടോ. നീ അതിന് റോക്കറ്റിൽ കയറി സെലസ്റ്റിയൽ കിങ്ഡത്തിലൊന്നും പോകണ്ട. പകരം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ അധരം തുറക്കുമ്പോൾ it shall be operated in the celestial kingdom. നീ ടെറസ്ട്രിയൽ കിങ്ഡത്തിൽ ഇരുന്ന് ശബ്ദിക്കുന്നത്, പക്ഷേ അതിന്റെ ഇമ്പാക്ട് സ്വർലോകത്തിലെ ദുരാത്മ സേനകളുടെ മേൽ എന്ന് പറഞ്ഞാൽ സെലസ്റ്റിയൽ കിങ്ഡത്തിൽ, വാനമണ്ഡലത്തിനകത്ത് അന്ധകാര ശക്തികൾ, ജ്യോതിഷ ശക്തികൾ, നക്ഷത്ര രാശികൾ വട്ടം ചുറ്റി നിൽക്കുന്ന സ്വർഗമണ്ഡലങ്ങൾക്കകത്ത് Holy Spirit, Jesus, you shall root out, you shall pull down, and you shall destroy. നീ ചിലതിനെ ഇടിച്ച് പരത്തും. നീ ഒരു മെതിവണ്ടിയാക്കും. ആമേൻ. നീ ചിലതിനെ വലിച്ചെറിയും. നോക്കുക, വേരോടെ പിഴുവാനും ഉയരത്തിൽ നിന്ന് ചിലതിനെ വലിച്ചു താഴെയിടാനും ഇടിച്ചു പൊളിക്കാനും വലിച്ചെറിഞ്ഞു കളയാനും തക്കവണ്ണം ഞാൻ നിന്നെ ജാതികളുടെ മേലും
രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നുവെന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ദൈവം യെരമ്യാവിൻ്റെ വായെ തൊട്ടിട്ട് പറഞ്ഞു, നിന്റെ വായിൽ എൻ്റെ വേർഡ് നൽകിയിരിക്കുന്നതേ പൊട്ടമക്കളെ ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനല്ല, പകരം ചിലതിനെ റൂട്ട് ഔട്ട് ചെയ്യാൻ, ചിലതിനെ പുൾ ഡൗൺ ചെയ്യുവാൻ, ചിലതിനെ ഡിസ്ട്രോയ് ചെയ്യുവാൻ, ചിലതിനെ ത്രോ ഡൗൺ ചെയ്യുവാൻ. ഇന്ന് രാത്രി 1 മിനിറ്റ് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ജീസസ്, ജീസസ്. എൻ്റെ പ്രാർത്ഥനകളിൽ ദൈവം എനിക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നൽകുന്ന ഒരു വേർഡുണ്ട്, ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന്. ഇറാഡിക്കേറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് രാത്രി അതിനെ പറയുകയാണ്. യു ഷാൽ ഇറാഡിക്കേറ്റ് സംതിങ്. നീ ചിലതിനെ ഇറാഡിക്കേറ്റ് ചെയ്യും, ഇല്ലായ്മ ചെയ്യും. യെസ്, ക്യാൻസൽ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരാ, നീ ചിലതിനെ റൂട്ട് ഔട്ട് ചെയ്ത്, പുൾ ഡൗൺ ചെയ്ത്, ഡിസ്ട്രോയ് ചെയ്ത്, ത്രോ ഡൗൺ ചെയ്യുക. യു ഷാൽ ഇറാഡിക്കേറ്റ്. ഇന്ന് രാത്രി ഞാൻ ഇതിൻ്റെ 1ാമത്തെ ഭാഗത്തിലേക്ക് കയറുകയാണ്. നാളെ രാത്രി ഞാൻ മറ്റൊരു വിഷയത്തിലേക്കാണ്. നാളെ രാത്രിയിലെ വിഷയത്തെ മനുഷ്യൻ നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന സ്വഭാവങ്ങൾക്കകത്തുകൂടെ പിശാച് നിങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന വ്യത്യസ്തമായൊരു തലത്തെ നാളെ രാത്രിയിൽ ഞാൻ എടുക്കാം. എന്നാൽ ഇന്ന് ഞാൻ ഒരിതിലേക്ക് കയറുകയാണ്. ഇന്ന് രാത്രിയിലെ ടോപ്പിക് ക്യാൻസൽ ദ ക്ലെയിംസ്. ക്യാൻസൽ ദ ക്ലെയിം. നിങ്ങൾക്കെതിരായ ചില ക്ലെയിമുകൾ എന്ത് ചെയ്യപ്പെടണം? ക്യാൻസൽ ചെയ്യപ്പെടണം. ഇന്ന് രാത്രി അധരം തുറന്ന് പറഞ്ഞാട്ടെ, എല്ലാ ക്ലെയിമുകളും ക്യാൻസൽ ചെയ്യപ്പെടും. എല്ലാ ക്ലെയിമുകളും ക്യാൻസൽ ചെയ്യപ്പെടും. എല്ലാ ക്ലെയിമുകളും ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ പൊതുവേ നിങ്ങൾ ചോദിച്ചേക്കാം, എന്താണ് ഈ ക്ലെയിം? പലപ്പോഴും നിങ്ങൾ ആത്മീയ ലോകത്ത് കേട്ടിട്ടുള്ള വേർഡാണ്. ചില ക്ലെയിമുകളുണ്ട്, ആ ക്ലെയിമുകൾ മാറണം. ഇപ്പോഴും നമ്മൾ ശുദ്ധീകരണത്തിന് വേണ്ടി, നീതീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ തന്നെ ആവശ്യകത. ടു ക്യാൻസൽ ദ ക്ലെയിംസ്. ഞാൻ എന്നാൽ ഇന്ന് ആ ഡോക്ട്രിനൽ വെർഷനിലേക്ക് കയറുന്നില്ല, കാരണം പ്രാർത്ഥിക്കുവാനുള്ള സമയമായിരിക്കുന്നുണ്ട്. മുമ്പിലുള്ള ചുരുങ്ങിയ സമയങ്ങളിൽ എനിക്കിത് പറഞ്ഞു തീർത്ത് പ്രാർത്ഥനയിലേക്ക് കയറണം. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളെ ടച്ച് ചെയ്യുന്ന വിഷയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇവയെല്ലാം നിങ്ങൾക്ക് ബാധകമാകുന്ന വിഷയങ്ങളല്ല. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ക്ലെയിം ക്യാൻസലേഷനെ നമുക്ക് കാണുവാൻ കഴിയും. ക്ലെയിം ക്യാൻസലേഷൻ. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിനക്ക് വിരോധമായി ഉളവാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ആയുധങ്ങൾ നടക്കുന്നത് പട്ടണത്തിൽ, പാളയത്തിലാണ്. പക്ഷെ പാളയത്തിലെ യുദ്ധത്തിനപ്പുറം യുദ്ധം ഇപ്പോൾ എവിടേക്ക് വന്നുവെന്നറിയാമോ? കോടതിയിലേക്ക് വന്നു. ആമേൻ. ജീവിതത്തിൽ 2 വിധത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന് ഒരു ഫിസിക്കൽ ഫൈറ്റ്, മസിൽ ഫൈറ്റ് ഉണ്ടായിരിക്കുക. 2 ഒരു ഇൻ്റലക്ച്വൽ ഫൈറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആയുധങ്ങൾ നേരിടുന്നത് ശക്തിയുടേതാണ്. പക്ഷെ ന്യായവിസ്താരത്തിൽ ശക്തിയല്ല, പകരം എന്താണ്? ബുദ്ധിയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഞാൻ ആ വാക്യത്തിൽ നിന്ന് 2 ദൂതുകളെ പറയാം. ശക്തി കൊണ്ട് നിന്നെ ജയിക്കത്തില്ല, ബുദ്ധി കൊണ്ട് നിന്നെ ജയിക്കത്തില്ല. ആമേൻ. ഏത് കെടുകെട്ടിയ മല്ലൻ വന്നാലും എന്നെ തോൽപ്പിക്കത്തില്ല. ഏത് കൊടികെട്ടിയ ബുദ്ധിമാ രാക്ഷസൻ വന്നാലും എന്നെ കീഴ്പ്പെടുത്തത്തില്ല. അത്തരം തുറന്ന് പറഞ്ഞാട്ടെ, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അത്തരം തുറന്ന് പറഞ്ഞ് ബുദ്ധിക്കും ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ, ആമേൻ. നിനക്ക് വിരോധമായി ഉരുവാകുന്ന ആയുധം ഫലിക്കയില്ല. അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ആമേൻ. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി ചില നാവുകൾ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ചില ക്ലെയിമുകൾ നിനക്കെതിരെ വരും, ചില അക്യൂസേഷനുകൾ നിനക്കെതിരെ വരും, നിനക്കെതിരെ ചില ആരോപണങ്ങൾ വരും. പക്ഷേ ആരോപണങ്ങളുടെ മുമ്പിൽ നീ തല കുനിക്കത്തില്ല. ആരോപണങ്ങളുടെ നടുവിൽ നിനക്കെതിരെ ഒരു വിധി പുറപ്പെടത്തില്ല. പകരം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നീ സാക്ഷിക്കൂട്ടിലേക്ക് കയറുമെന്നല്ല, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നീ ജഡ്ജിന്റെ ചേംബറിലേക്ക് കയറിയിരുന്നിട്ട് നിനക്കെതിരെ ദുർസാക്ഷി പറഞ്ഞവനെ, നിനക്കെതിരെ ക്ലെയിം ഇട്ടവനെ, നീ ജഡ്ജ്മെന്റ് സീറ്റിലിരുന്ന് ആ ചേംബറിലിരുന്ന് നിന്റെ വായിൽ നിന്ന് വിധി പുറപ്പെടും. എന്നിട്ട് പറയുകയാണ്, യഹോവയുടെ ദാസന്മാരുടെ അവകാശമായത്. അത് നിന്റെ കൗദാര്യമല്ല, നീ കർത്താവിൻ്റെ ഹിതം അനുഷ്ഠിക്കാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിൻ്റെ ഒരവകാശമായത്. എന്നിട്ട് പറയുക, നിനക്ക് അവകാശം മാത്രമല്ല, നിന്നെ വിളിച്ച ദൈവത്തിന്, നീ പിൻപറ്റുന്ന ദൈവത്തിന് നിന്നോടൊരു നീതിയുണ്ട്. ആ നീതിയാണിത്. ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി ഞാൻ ആയുധ യുദ്ധങ്ങളിലേക്കല്ല, ന്യായവിസ്താരത്തിൽ നിനക്കെതിരെ ഉയരുന്ന ക്ലെയിമുകൾ
ഇന്ന് രാത്രി നീ നള്ളിഫൈ ചെയ്യോ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിക്കുവാൻ കയറുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾക്കെതിരെ പിശാച് ഉയർത്തുന്ന എല്ലാ ക്ലെയിമുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, all the traditional claims, all the human claims, all the demonic claims, all the territorial claims, I nullify it in Jesus name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തിനെതിരെ ഉയർന്നു വരുന്ന കള്ളസാക്ഷികളോ യേശുവിന്റെ നാമത്തിൽ സകല വിരോധ വാക്കുകളോ യേശുവിന്റെ നാമത്തിൽ ക്യാൻസലായി പോകട്ടെ. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ക്ലെയിം എന്ന് പറയുമ്പോൾ എന്നതിനെ ഒരു 2 minutes ഞാൻ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രാർത്ഥനാ പോയിന്റുകളിലേക്ക് കയറുകയാണ്. ക്ലെയിം എന്ന് പറയുമ്പോൾ ഒന്ന്, അതൊരു അക്യൂസേഷൻ ഉണ്ടാകാം, ഒരു ആരോപണമാണ്. ആരോപണം വന്നാലേ എന്തായിത്തീരും? ക്ലെയിമാ. ആരോപണം വന്നാലേ ക്ലെയിമാ. ആരോപണ വിധേയനായവനെ ഉദ്യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അപ്പോൾ ഒരു ആരോപണം ഒരു മനുഷ്യനെതിരെ വന്നു കഴിഞ്ഞാലേ അവൻ സസ്പെക്റ്റഡ് ആകും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് 4 ആരോപണം പറഞ്ഞാൽ പോലും അതെന്ത് ചെയ്യും? നിന്റെ പ്രോഗ്രസിനെ തടയുന്നതാണ്. ഇപ്പൊ കർത്താവ് പറയുകയാണ്, നിനക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന അക്യൂസിങ് ടങ്ങിനെ നീ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അതെ, എഴുതുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് എഴുതിയൊക്കെ പൊക്കോ. അക്യൂസിങ് ടങ്ങുകളെ ക്യാൻസൽ ചെയ്യണം. സ്തോത്രം. ഞാൻ ഇതിന്റെ റെക്കോർഡഡ് വെർഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പിന്നീട്. എന്നാൽ അക്യൂസേഷൻ മാത്രമല്ല, അടുത്തതായി എല്ലാ ക്ലെയിമുകളും ആരോപണങ്ങളായിരിക്കത്തില്ല. അതിനകത്ത് ചില റൈറ്റുകൾ കാണും. ഒരു ലീഗൽ ക്ലെയിമിനകത്ത് ലീഗൽ റൈറ്റ് കാണും. ഒരവകാശത്തെ കൊണ്ടുവന്നിട്ടായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ക്ലെയിം ഇടുന്നത്. അതിൻ്റെ പിമ്പിൽ ചില റൈറ്റുകൾ കാണും, അവകാശങ്ങൾ കാണും. അവൻ ആ അവകാശങ്ങളെ നേടിയെടുക്കും. യേശു കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ he paid the ransom price. അവൻ വീണ്ടെടുപ്പ് വില, മറുവില നൽകിയെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ എന്തുണ്ട്? ഒരു റൈറ്റ് ഉണ്ട്. അവിടെ ഒരു ലീഗൽ ക്ലോസ് വെച്ചാണ് പിശാച് എന്ത് ചെയ്യുന്നത്? പലതിലും കയറി പിടിക്കുന്നത്. ഞാനത് വിശദീകരിക്കാം. മൂന്നാമത്, ഒരു ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൾസ് അതോറിറ്റി കടന്നു വരും. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടാകത്തില്ല, പക്ഷേ ഇല്ലാത്ത ഒരു അധികാരം ഉണ്ടെന്ന് പറഞ്ഞു വെക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വയൽ നികത്തി വീട് വെക്കാൻ തുടങ്ങിയാൽ ഉടനെ ചെങ്കൊടി നാട്ടിയിട്ട് പറയും, ഇവിടെ പണിയാൻ പറ്റത്തില്ല. അവർക്കത് പറയാൻ ഒരു അതോറിറ്റി ഉണ്ടോ? ഒരു ലീഗൽ അതോറിറ്റി ഉണ്ടോ? ഇല്ല. പക്ഷെ അതെന്താണ്? ഫോൾസ് അതോറിറ്റിയാണ്. പക്ഷെ അങ്ങനെ ഒരു കൊടി കുത്തിയാൽ പിന്നെ അവിടെ പണിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ അതെന്തായി തീർന്നു? ഒരു ക്ലെയിം ആയി തീർന്നു. അപ്പൊ അക്യൂസേഷൻ ഉണ്ട്, ലീഗലി വരുന്ന റൈറ്റ്സ് ഉണ്ട്, 3 ഫോൾസ് അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ദൈവവൈതലിനെതിരെ പിശാച് ക്ലെയിം ഇടുമ്പോൾ 3 ലെവലിലാണ്. ഒന്ന്, ആരോപണം ഉന്നയിക്കാം, ആർക്കും ആരോപണം ഉന്നയിക്കാം. 2, ഒരു ഫോൾസ് അതോറിറ്റിക്ക് 10 പേര് കൂട്ടം കൂടിയാൽ എന്തായി തീർന്നു? അവനൊരു അതോറിറ്റി ആയി തീർന്നു. 10 പേര് കൂട്ടം കൂടി, നിങ്ങളുടെ വീട്ടിൽ ഒരു ലോഡ് വിറകിറക്കം വന്നു, 10 പേര് കൂടി എന്നിട്ട് പറയാണ് ഇതിവിടെ ഇറക്കാൻ പറ്റത്തില്ലെന്ന്. ഒരു ഫോൾസ് അതോറിറ്റിയാണ്. നിയമപ്രകാരം നിങ്ങൾക്കുള്ള ഒരു വഴി, പക്ഷെ 4 പേര് കൂടി അത് അടച്ചിട്ട് പറയുകയാണ് ഇല്ല, ഇത് നടക്കത്തില്ല, ഇത് എൻ്റെ വസ്തുവാണെന്ന്. ഫോൾസ് അതോറിറ്റിയാണ്. നിങ്ങളൊരു വസ്തു പോയി മേടിച്ചു, പക്ഷേ അതിൻ്റെ ഒരു കള്ളയാധാരം ഉണ്ടാക്കി വേറെ ഒരാൾ അത് മറിച്ചു വിറ്റു. അത് ഫോൾസ് അതോറിറ്റിയാണ്. അപ്പോൾ അക്യൂസേഷൻ ഉണ്ടാകാം, ഫോൾസ് അതോറിറ്റി ഉണ്ടാകാം, ലീഗൽ റൈറ്റ് ഉണ്ടാകാം. ഈ 3 വിധത്തിലും ദൈവജനത്തിനെതിരെ എന്തു സംഭവിക്കാം? ക്ലെയിമുകൾ കടന്നു വരാം. ദാവീദിന്റെ കാലത്ത് ദേശത്തിൽ തുടരെ 3 പ്രാവശ്യം ക്ഷാമമുണ്ടായി. അതൊരു റൈറ്റ് ആയിരുന്നു. ശൗലിന്റെ കാലത്ത് ഉപദ്രവിച്ചതിൻ്റെ അത് ദാവീദ് കൊടുത്തു തീർത്തു കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അതിന് പരിഹാരമുണ്ടായത്. ഞാനതിലെ ആ ഭാഗങ്ങളൊന്നും വലുതായിട്ട് ഞാൻ എടുക്കുന്നില്ല, പ്രാർത്ഥന ആയതുകൊണ്ട്. അത് മറ്റൊരു ശുദ്ധീകരണ സമയങ്ങളിലേക്ക് നമുക്ക് എടുക്കാം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഇനിയും 3 വിധത്തിൽ നമുക്ക് ക്ലെയിമുകൾ കയറി വരാം. 1, മനുഷ്യൻ നമുക്കെതിരെ ക്ലെയിം ഇടാം. 2, ടെറിട്ടറീസ്, ഒരു ദേശാന്തകാര ശക്തി നമുക്കെതിരെ ക്ലെയിം ഇടാം. 3, പിശാച് നമുക്കെതിരെ ക്ലെയിം ഇടാം. ഞാൻ ഇങ്ങനെ പറയാം: ഹ്യൂമൻ ക്ലെയിംസ്, ടെറിട്ടോറിയൽ ക്ലെയിംസ്, ഡിമോണിക് ക്ലെയിംസ്. ഇങ്ങനെ 3 ക്ലെയിമുകളാണ് ഒരു മനുഷ്യനെതിരെ ഉയർന്നു വരുവാൻ സാധ്യതയുള്ളത്. ലെറ്റ് മീ റിപ്പീറ്റ്: ഹ്യൂമൻ ക്ലെയിംസ്, ടെറിട്ടോറിയൽ ക്ലെയിംസ് ആൻഡ് ഡിമോണിക് ക്ലെയിംസ്.
ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾക്കകത്തുനിന്ന് നിങ്ങൾക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും, നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കുവാൻ കഴിയും. ആമേൻ. ഇന്ന് രാത്രി ഇതിനെ ക്യാൻസൽ ചെയ്ത് കയറുമ്പോൾ ജീവിതത്തിൽ ചില വിഷയങ്ങളിൽ നിങ്ങൾ ഫ്രീ ആകുന്നത് കാണുവാൻ കഴിയും. ആമേൻ. ലെറ്റ് മീ റിപ്പീറ്റ്. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചില ക്ലെയിമുകളെ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലതിൽ ഫ്രീ ആകുന്നത് കാണുവാൻ കഴിയും. വിത്ത് എ സ്ട്രോങ് കോൺഫിഡൻസ്, വിത്ത് എ ഡീപ് പ്രയർ അനോയിന്റിംഗ് ഞാൻ ഇന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്നത്. ഹോളി സ്പിരിറ്റ്. ആമേൻ. ഒന്നാമതായി പിശാച് വാദിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. യൂദായുടെ ലേഖനം പക്ഷേ കർത്താവായ യേശുവിൻ്റെ കാൽവറിക്കകത്ത് ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് കയറട്ടെ. കർത്താവായ യേശുവിൻ്റെ കാൽവറിക്കകത്ത് നമ്മൾ കയറുമ്പോൾ ഇതിനകത്ത് ഏത് ക്ലെയിം ആണെങ്കിലും അതിനെ ക്യാൻസൽ ചെയ്യാൻ കഴിയും. കാരണം കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, മലയാളത്തിനത് അത്ര ആഴത്തിൽ പതിഞ്ഞിട്ടില്ല. കൊലോസ്യർ 2:14 അറിയാവുന്ന വാക്യമാണ്. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ചു. അടുത്തത്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിങ്ങൾ ആ ഭാഗം ഒന്ന് വേണ്ടോ? ബ്ലോട്ടിംഗ് ഔട്ട് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഓർഡിനൻസ് ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് us. അപ്പോൾ അവിടെ പറയുകയാണ്, there was an ordinance against you. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ എഴുതുന്നതാണോ? ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ കള്ളയാധാരക്കാരൻ എഴുതുന്നതാണോ? Ordinance is from an authority. നിനക്കെതിരായി ഒരു ഓർഡിനൻസ് പുറപ്പെട്ടു. ആമേൻ. ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഓർഡിനൻസ് ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് us. പക്ഷെ അത് കാൽവറിയിൽ എന്ത് ചെയ്തു? ബ്ലോട്ട് ഔട്ട് ചെയ്തു. എന്നിട്ട് പറയുകയാണ്, അതിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാം? ആ ഓർഡിനൻസ് നിനക്ക് അഗെയിൻസ്റ്റ് ആയിരുന്നു, അത് നിനക്ക് കോൺട്രറി ആയിരുന്നു. എന്നാൽ കർത്താവ് അത് എന്ത് ചെയ്തെന്നറിയാമോ? took it out of the way. നിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിന്ന ഒരു ഓർഡിനൻസിനെ കർത്താവായ യേശു കാൽവറിയിൽ നിന്റെ വഴിയിൽ നിന്ന് എടുത്തു മാറ്റി. ഇന്ന് രാത്രി ദൈവം എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷിക്കുന്നു. നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി കിടക്കുന്ന Holy Spirit, ആ ഓർഡിനൻസ് ഇന്ന് രാത്രി നിന്റെ വഴിയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ കാൽവറിയാൽ മൂവ് ചെയ്യട്ടെ. Oh, Salabahartania, Lokatoria, and nailing it to his cross. ഇന്ന് രാത്രി നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ആ ഓർഡിനൻസിനെ, അതിന്റെ പിമ്പിൽ ഏത് ലീഗൽ അതോറിറ്റിയും ഉണ്ടാകട്ടെ, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ കാൽവറിയാൽ ഞാൻ നിന്റെ മുന്നേറ്റത്തിന്റെ വഴിയിൽ നിന്ന്, നിന്റെ കുടുംബത്തിന്റെ, നിന്റെ തലമുറയുടെ, നിന്റെ ശുശ്രൂഷയുടെ, നിന്റെ ഭാവിയുടെ വഴിയിൽ നിന്ന് ഞാൻ അതിനെ എടുത്തു മാറ്റുന്നു. ദൈവം എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ നിനക്കെതിരായ ആ ലീഗൽ റൈറ്റോടുകൂടി ആ അതോറിറ്റിയിൽ നിന്ന് പുറപ്പെട്ട ആ ഓർഡിനൻസിനെ ഞാൻ ദൈവിക അധികാരത്തിൽ ക്യാൻസൽ ചെയ്ത് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു. സമഹർത്താനിയ ലബഹതാനിയ സാധാരണമായി ഞാൻ വചനം ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രി ഞാൻ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. The word is operating on you. ദൈവത്തിൻ്റെ വചനം ഇതാ നിന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന by the power of anointing യേശുവിൻ്റെ നാമത്തിൽ take it out. യേശുവിന്റെ നാമത്തിൽ നിന്റെ വഴി തടഞ്ഞ ഓർഡിനൻസിനെ, behind it, whatever may be the legal right, I cancel it in Jesus' name. I nullify the ordinance in the authority of the kingdom of God. Maripo. ദൈവശക്തി നിന്നെ തൊടുന്നു. Took it out of the way. The ordinance that was against you, the ordinance that was contrary to you, took it out of the way, and you are free now. You are free. നിന്റെ പിതാക്കന്മാരുടെ പാപത്താൽ
ഇന്നലകളിൽ നിന്റെ പിതാക്കന്മാരുടെ അകൃത്യത്താൽ നിന്റെ ഫാമിലിയിൽ കയറിക്കൂടിയ ആ ലീഗൽ ക്ലെയിം, ഇന്നലകളിൽ നിന്റെ വല്യപ്പന്റെ കാലത്ത് ഉണ്ടായ സംഭവത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് കയറിക്കൂടിയ ആ ലീഗൽ ക്ലെയിം, ആ ഓർഡിനൻസ് ഇന്ന് രാത്രി നിന്റെ ലൈഫിൽ നിന്ന് ദൈവം എന്റെ മേലിട്ടിരിക്കുന്ന അഭിഷേകത്തിൽ ഞാൻ അതിനെ എടുത്തു മാറ്റുന്നു. It's nailed in the cross. ക്രൂശിന്മേൽ അത് തറയ്ക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. ലാസ്മാർഥാനിയ. Tonight I am not here as the preacher of the church, but I am as the anointed of God. ഇന്ന് രാത്രി ഞാൻ ഒരു വചന പ്രാസംഗികനായിട്ടല്ല തമ്പുരാന്റെ ആലയത്തിൽ നിൽക്കുന്നത്, അവന്റെ അഭിഷേകത്തിന്റെ അധികാരത്തോടെ തന്നെ. ഇന്ന് രാത്രി ഞാൻ നിന്നോട് വചനം പ്രസംഗിക്കാനല്ല നിൽക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ വചനം നിന്റെ മേൽ ശുശ്രൂഷിക്കുന്നു. Holy Spirit took it out of the way and nailed it to cross, and you are free on your way. Step forward, and the door is wide open for you. Holy Spirit, Lord Tehesiar Lamartheni Mahasya. ചില വാദങ്ങളിലേക്ക് കയറുകയാണ്. യൂദായുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. യൂദായുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ, ഞാൻ ഈ ഭാഗത്തെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി എടുത്തിട്ടുള്ളതാണ്. യൂദായുടെ ലേഖന പഠന പരമ്പര ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിക്കുന്നത് ബെത്ത് പെയോർ എന്ന പെയോറിൻ്റെ വീടിന് മുമ്പിൽ കൊണ്ടുപോയി, പെയോർ എന്ന മോവാബ്യ ദുർശക്തിയുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി മോശയുടെ ശരീരം ഉയർപ്പിക്കുന്ന ഭാഗം. ഞാനതിലേക്ക് കടക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് അതിനെ റിവൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഭാഗം എടുത്ത് ഒന്നും കൂടെ പഠിക്കാം, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്തുനിന്നൊരു കണ്ടന്റിനെ മാത്രം എടുക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹി ഡിസ്പ്യൂട്ടഡ് അബൌട്ട് ദ ബോഡി ഓഫ് മോസസ്. അപ്പോൾ പിശാച് ഇവിടെ ഒരു ക്ലെയിം ഇടുന്നു. എന്തുമായി ബന്ധപ്പെട്ട്? മോശയുടെ. അങ്ങനെയെങ്കിൽ ഒരു സൈറ്റനിക് ക്ലെയിം നിങ്ങൾക്കെതിരെ വരുമ്പോൾ അതിൻ്റെ അഫക്റ്റഡ് ആകുന്ന ഒരു പാർട്ട് എന്തായിരിക്കും? ജീസസ്. ഇന്ന് രാത്രി every dispute against your body, every claim against your body, പരിശുദ്ധാത്മാവിന് നന്ദി. Thank you Lord for the healings going to happen here. പരിശുദ്ധാത്മാവ് ചില ക്ലെയിമുകളെ ശരീരത്തിൽ നിന്ന് അഴിച്ചു മാറ്റാൻ പോകുന്നു. ശബാർത്തേനി പ്രവശ്യ. നിന്റെ ശരീരത്തിൽ കിടക്കുന്ന ചില രോഗങ്ങൾ ചില ക്ലെയിമുകളാണ്. A dispute over the body, a dispute about the body. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ but say the Lord rebuke thee. യഹോവ നിന്നെ ഭത്സിക്കട്ടെ. ആമേൻ. മോശയുടെ ശരീരത്തിനെതിരെ ക്ലെയിം ഇട്ട പൈശാചിക ശക്തിയെ നോക്കി പ്രധാന ദൂതനായ മിഖായേൽ പറഞ്ഞു, ആമേൻ, അഭിഷക്തന്റെ ശരീരത്തിനെതിരെ നീ ക്ലെയിം ഇട്ടാൽ, പ്രാർത്ഥിക്കുന്നവന്റെ ശരീരത്തിനെതിരെ നീ ക്ലെയിം ഇട്ടാൽ, ഉപവസിക്കുന്നവന്റെ ശരീരത്തിനെതിരെ നീ ക്ലെയിം ഇട്ടാൽ, ആരാധിക്കുന്നവന്റെ ശരീരത്തിനെതിരെ നീ ക്ലെയിം ഇട്ടാൽ, അവന്റെ ഹെൽത്തിനെതിരെ ഒരു ഡിസ്പ്യൂട്ട് ഇട്ടാൽ, അവന്റെ വെൽബീയിങ്ങിനെതിരെ ഒരു ഡിസ്പ്യൂട്ട് ഇട്ടാൽ, ഞാൻ നിന്നോട് തർക്കിക്കാൻ നിൽക്കത്തില്ല. അത് ദൂതൻ തീർക്കേണ്ട കാര്യമല്ല, അത് ദൈവം ശാസിക്കേണ്ട കാര്യമാണ്. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ ശരീരത്തിന്റെ പ്രശ്നം ദൂതൻ തീർക്കേണ്ട വിഷയമല്ല, അത് ദൈവം ഫലിക്കേണ്ട വിഷയമാണ്. ചിലരുടെ മേൽ ദൈവത്തിന്റെ ഹീലിംഗ് അതോറിറ്റി വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. നിങ്ങൾക്ക് ഇരുന്നോ നിന്നോ എങ്ങനെ വേണമെങ്കിലോ അഭിഷേകത്തിന്റെ ഓപ്പറേഷനെ സ്വീകരിക്കാം. ആമേൻ. ഒരു വൈദ്യനല്ല, ഒരു മരുന്നല്ല, ഒരു സർജിക്കൽ ബ്ലേഡ് അല്ല നിന്നെ ഹീൽ ചെയ്യാൻ പോകുന്നത്. All the dispute about the body ഇന്ന് രാത്രി അത് ദൂതനല്ല, അത് ദൈവമത്രേ ശാസിക്കാൻ പോകുന്നത്.
Lamara Sakatala Bahasiarakala Ratonia Hasparia. Lord, release the healing. Release the healing in our midst, Lord. In the Ratri Devatinda Saukimidinagata. All the claim against the body, all the dispute against the health, I cancel it in Jesus' name. Oh, the Lord is rebuking it. Devam Ninda Rogatinde Pimbirula claim in a Shasikino. Yeshuvin നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഓ നിന്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്ത്, നിന്റെ തൈറോയിഡ് ഗ്ലാൻഡിനകത്ത്, നിന്റെ പാൻക്രിയാസിനകത്ത്, നിന്റെ ന്യൂറോൺസിനകത്ത്, നിന്റെ നെർവസ് സിസ്റ്റത്തിനകത്ത്, നിന്റെ ഗൈനക് പാർട്സിനകത്ത് ഇന്ന് രാത്രി ശത്രു വിട്ടിരിക്കുന്ന ലീഗൽ ക്ലെയിമിനെ, ശത്രു വിട്ടിരിക്കുന്ന ഡിസ്പ്യൂട്ടിനെ ദൈവിക അധികാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സ്വർഗ്ഗം അതിനെ ശാസിക്കുന്നു. Yes, let the body be free. Oh, healing, your healing, 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 healing. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. ദൈവം നിന്റെ രോഗത്തെ ശാസിക്കട്ടെ. ദൈവം പിശാചിനെ ശാസിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ all the hemorrhage എല്ലാ ശരീരത്തിലെ നീർക്കെട്ടുകളോ അതിന്റെ പിമ്പിൽ കിടക്കുന്ന ക്ലെയിമുകളോ അസാധാരണമായ സകല രോഗശക്തികളോ ശരീരത്തിൽ വട്ടത്തിൽ തലയിൽ നിന്ന് വട്ടത്തിൽ ചില മുടികൊഴിച്ചിലുകൾ സംഭവിച്ച് നിന്നിൽ എന്തോ ഒരു രോഗലക്ഷണം കയറി വരുമ്പോൾ ഇന്ന് രാത്രി ആ ഡിസ്പ്യൂട്ടിന്റെ നടുവിൽ സ്വർഗ്ഗം അതിനെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ ഇന്റേണൽ ഓർഗൻസിനെ അലട്ടുന്ന ഹെൽത്ത് ഡിസ്പ്യൂട്ടിന്റെ മേൽ യേശുവിന്റെ രക്തത്തിൽ ജയം. ജീസസ്, ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ the healing is happening. The healing is happening. The healing is happening. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാ. ഇതാ ഇന്ന് രാത്രി ഞാൻ ദൈവിക അധികാരത്തിൽ കൽപ്പിക്കുന്നു. നീ ദൈവത്തിന്റെ നാവായിരിക്കുമെന്ന് സ്വർഗ്ഗം എൻ്റെ മേലിട്ടിരിക്കുന്ന വാഗ്ദത്തത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു. നീ സൗഖ്യമാകാ. Oh, every manner of disease, I cancel it in Jesus' name. All the claims behind the diseases, all the dispute behind the unhealthy conditions, I cancel it in Jesus' name. Jesus, തുടർമാനമായി കഫമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്പിറേറ്ററി ഡിസോർഡറിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യും. ഔട്ട്. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം നീര് കെട്ടുന്ന, ശരീരത്തിൽ ആകമാനമില്ല, ചില അവയവങ്ങളിൽ മാത്രം നീര് കയറുന്ന, the dispute behind the unhealthy conditions. ശരീരത്തിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ ഒരവയവം മാത്രം ചലിപ്പിക്കാൻ കഴിയാത്ത, the claim behind that condition, the authority of Holy Ghost and the kingdom of God, I cancel it in Jesus' name. Jesus, Holy Spirit, amen. Thank you, Master. Thank you, Master. Thank you, Master. Thank you, Lord. Thank you, Lord. Thank you, Lord. Jesus. ശരീരത്തിനെതിരെയുള്ള ഒരു ക്ലെയിം, ഒരു ഡിസ്പ്യൂട്ട്, പക്ഷേ ദൂതൻ പറഞ്ഞത് ഞാനല്ല തീർക്കുന്നത്, ദൈവം തീർക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ രോഗത്തെ തീർത്തത് ദൂതനല്ല, ഒരു പാസ്റ്റർ അല്ല, ദൈവം അത്ര തീർത്തത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കയറുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. അനദർ ക്ലെയിം. ഫസ്റ്റ് ക്ലെയിം ക്ലാസിഫൈ ചെയ്യാം, ഡിമോണിക് ക്ലെയിം അഗെയിൻസ്റ്റ് ദ ബോഡി, അഗെയിൻസ്റ്റ് ദ ഹെൽത്ത്. എന്നാൽ രണ്ടാമത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഒരു ക്ലെയിം ഭയങ്കരമായി ശലോമോൻ രാജാവിന്റെ മുമ്പിൽ ഒരു ക്ലെയിം വരികയാണ്. എന്താണ് ആ ക്ലെയിം എന്നറിയാമോ? ആമേൻ. ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ്. മറ്റേവള് പറയുകയാണ്, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്. ആമേൻ. ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്. ഇതിനകത്തുനിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും.
ഒരാൾ പറയുന്ന ആദ്യത്തെ സെന്റൻസ് എന്താണെന്നറിയാമോ? ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്. മറ്റേ ആൾ പറയുകയാണ് ജീവനുള്ളത് എൻ്റെ കുഞ്ഞെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ? മരിച്ചത് എൻ്റേതല്ല, മരിച്ചത് നിൻ്റേതാ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ ഏതാണെന്ന്? പിഴവ് ആരും മരിച്ചത് എൻ്റേതല്ല എന്ന് പറയുന്നവൻ്റേത് തന്നെയാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? മരിച്ചിരിക്കുന്നത്. മറ്റേവൾ മരിച്ചത് ആരുടേതാണെന്നുള്ളതല്ല അവളുടെ വിഷയം. അവളുടെ വിഷയം എന്താണെന്നറിയാവോ? ജീവനുള്ളത് എൻ്റേതാ, അത്രമേ അവൾക്ക് വിഷയമുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു ക്ലെയിം വരികയാണ്. നമുക്കിതിനകത്ത് ഒത്തിരി കാര്യം പറയാം. 2 സ്ത്രീകൾക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നു. 2 കൂട്ടർക്കും എന്തോ ഇല്ലായിരുന്നെന്നറിയാവും? ഉറക്കബോധം ഇല്ലായിരുന്നു. ഒരാൾ ഉറക്കമില്ലാതെ കൊച്ചിൻ്റെ മേളിൽ കയറി കിടന്നു. ഒരാൾ ഉറക്കത്തിൻ്റെ കൂടുതൽ കൊണ്ട് കൊച്ചിൻ്റെ മേളിൽ കയറി കിടന്നു. ഒരാൾ ഉറക്കത്തിൻ്റെ കൂടുതൽ കൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പോയപ്പം അറിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. കുഞ്ഞുങ്ങളുള്ള അമ്മമാർ, കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉറക്കത്തിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഇല്ലെങ്കിൽ ഒന്നുകിൽ തട്ടിക്കളയും, അല്ലെങ്കിൽ മോട്ടിച്ചോണ്ട് പോകും. ഒന്നുകിൽ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒന്നുകിൽ തട്ടിക്കളയും, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകും. ജീസസ്. തലമുറകളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഉണർവുള്ള പ്രാർത്ഥനയാണ്. ജീസസ്. അപ്പൊ ഇവർക്ക് 2 പേർക്കും ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അവരുടെ ഉറക്കമോ ഉറക്കമില്ലായ്മയോ ഒന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഒരു ക്ലെയിം സംഭവിക്കുകയാണ് കുഞ്ഞിനെതിരെ, ജീവനുള്ള കുഞ്ഞിനെതിരെ. ഇതെന്താണ് ഈ ക്ലെയിം സംഭവിക്കാൻ കാര്യമെന്നറിയാമോ? കൂടുള്ള ആളുടെ കുഞ്ഞ് ചത്തുപോയി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നിന്റെ കൂടുള്ളവൻ്റെ ബിസിനസ് പൊളിഞ്ഞാൽ നിന്റെ ബിസിനസ്സിനെതിരെ അവൻ ക്ലെയിം ഇടാൻ തുടങ്ങും. നിന്റെ കൂടുള്ളവൻ്റെ മക്കൾ പൊളിഞ്ഞാൽ നിന്റെ മക്കൾക്കെതിരെ അവൻ ക്ലെയിം ഇടാൻ തുടങ്ങും. മനസ്സിലായോ? ഞാൻ അവിടെ നിന്ന് കറങ്ങുന്നില്ല. ഇന്ന് രാത്രി ഞാൻ അതിനകത്ത് പോയിന്റിലേക്ക് മാത്രം കയറുകയാണ്. ക്ലെയിം അഗെയിൻസ്റ്റ് ദ ചിൽഡ്രൻ. നിന്റെ മക്കളെ അവകാശം പറയുക, നിന്റെ മക്കളെ അവകാശം പറയുക. ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിയണം, നിന്റെ മക്കളെ കൊണ്ടുപോകാൻ ഒന്നുകിൽ തട്ടിക്കളയണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകണം. ഇന്ന് രാത്രി കർത്താവ് ആ ക്ലെയിമിൻ്റെ മേലൊരു അധികാരത്തോടു കൂടെ ആ ക്ലെയിമിനെ ക്യാൻസൽ ചെയ്യും. ആമേൻ. എൻ്റെ തലമുറകളുടെ നേരെയുള്ള ക്ലെയിം ക്യാൻസൽ ചെയ്യപ്പെടണം. ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഞാനൊന്ന് പറയാം. രാത്രിയിൽ ഉറക്കബോധമുള്ള, രാത്രിയിൽ ഉണർവുള്ള, രാത്രിയിൽ പ്രാർത്ഥനയുള്ള ഒരപ്പൻ്റെയും അമ്മയുടെയും തലമുറയെ ശത്രുവിന് ക്ലെയിം ഇടാൻ കഴിയത്തില്ല. ശത്രുവിന് ക്ലെയിം ഇടാൻ കഴിയത്തില്ല. എവിടെ നിന്റെ രാത്രിയിലെ പ്രാർത്ഥന കുറയുന്നോ, എവിടെ നിന്റെ ഉണർവ് കുറയുന്നോ, അവിടെ പിശാച് നിന്റെ തലമുറകളുടെ മേൽ ക്ലെയിം ഇടും. ഹോളി സ്പിരിറ്റ്. രാത്രി മുഴുവൻ മൊബൈലിൽ തോണ്ടി മൊബൈൽ വന്ന് മൂക്കയിലിടിച്ച് ഉറങ്ങുന്നവൻ്റെ മേൽ ക്ലെയിം വീഴും. പക്ഷേ രാത്രികളിൽ മുഴങ്കാലിലിരുന്ന് ഉറങ്ങിപ്പോകുന്നവൻ്റെ തലമുറകളുടെ മേൽ ഈ രാത്രി ഈ ഉപവാസ പ്രാർത്ഥനകൾ നിന്റെ നൈറ്റ് പ്രയറിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നതായിരിക്കട്ടെ. ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്കെതിരായി കിടക്കുന്ന ക്ലെയിമുകൾ ക്യാൻസൽ ചെയ്യുന്ന ഒരു രാത്രി പ്രാർത്ഥനയുടെ അഭിഷേകം ഈ ജനത്തിൻ്റെ മേൽ ഇമ്പാർട്ട് ചെയ്യട്ടെ. ഇന്ന് തുടങ്ങി രാത്രികളിൽ കൃത്യമായ സമയത്ത് ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് ഈ ജനം കണക്ട് ആകട്ടെ. ഇന്ന് രാത്രി സ്വർഗം അത് നിന്റെ മേൽ റിലീസ് ചെയ്യട്ടെ. An anointing to pray in the night. Watch and pray. Watch and pray. ഞാനൊന്ന് പറയട്ടെ, നന്മ നഷ്ടമായവന്, രാജ്യത്ത് നഷ്ടപ്പെട്ടവന്, അവന് നിന്റെ നന്മയ്ക്കെതിരെ ക്ലെയിം ഉണ്ടാകും. ഞാൻ ഇനിയും ഒരു കാര്യം കൂടെ പറയാം. ആ മറ്റേ സ്ത്രീക്ക് ഇത് നഷ്ടം വന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? രാത്രിയിൽ അവളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് മറ്റേ സ്ത്രീയുടെ കൂടെ താമസിച്ചത് കൊണ്ടാണ്. സ്തോത്രം. ഞാൻ ഈ ചർച്ചിലെ തന്നെ ചില കുടുംബങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. സഹോദര കുടുംബങ്ങളായിരിക്കാം, തൊട്ടയൽവക്കങ്ങളായിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. Be away from them. Be away from them. Jesus, be away from them.
എല്ലാവരുമായും ഒരുപോലെ ദൈവജനത്തിന് സമ്പർക്കം ഉണ്ടാകരുത്. സഹോദരങ്ങളായിരിക്കാം, ബന്ധുമിത്രാദികളായിരിക്കാം, അയൽപക്കങ്ങളായിരിക്കാം, കൂടെ പഠിച്ചവരായിരിക്കാം, കൂടെ സഞ്ചരിച്ചവരായിരിക്കാം. പക്ഷെ കർശനമായി ഞാൻ പറയുന്നു, എൻ്റെ തലമുറകൾക്കെതിരെ ക്ലെയിം ഇടുന്ന റിലേഷനുകൾ ബ്രേക്ക് ഇറ്റ്. നിന്റെ അമ്മാച്ചൻ്റെ കൊച്ചമ്മയുടെ വലിയപ്പൂപ്പൻ്റെ മോനല്ല നിനക്ക് കാര്യം. നിന്റെ ഉദരത്തിൽ നീ പ്രസവിച്ച നിന്റെ തലമുറയാണ് നിനക്ക് വലിയത്. ജീസസ്, ജീസസ്, ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ഞാൻ ക്ലെയിമുകളെ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മൂന്നാമത്തെ ഒരു ക്ലെയിം എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ക്ലെയിമാണ്. ടെറിട്ടോറിയൽ ക്ലെയിം, ദേശത്തിൻ്റെ ക്ലെയിം. അതൊരിച്ചിരി മോശമായ വിഷയമാണ്, പക്ഷേ അതെനിക്ക് പറഞ്ഞേ പറ്റൂ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ ഉറങ്ങുവാൻ പോകും മുൻപേ, ജനസിസ് ചാപ്റ്റർ 19:4, അവർ ഉറങ്ങുവാൻ പോകും മുൻപേ സൊദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവാ എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. ലോത്ത് കാശ് കൊടുത്ത് മേടിച്ച വീടാണ്. ലോത്തിൻ്റെ വീട്ടിൽ 2 ഗസ്റ്റ് വന്നു. പക്ഷെ ഇപ്പം രാത്രിയിൽ ഒരു ക്ലെയിം വരികയാണ്, അവരെ അകത്ത് കിടത്തത്തില്ല, അവരെ പുറത്തെടുക്കണം. ഞാൻ ഇങ്ങനെ പറയാം, ദ ക്ലെയിം അഗെയിൻസ്റ്റ് ദ റെസ്റ്റ്. ചില ടെറിട്ടറികൾക്കകത്ത് വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങാൻ എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 19, ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. എനിക്കിത് വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെങ്കിൽ we should go through it to see the claim. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. 19-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് 19 അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. 22-ാം വാക്യം. ഇങ്ങനെ അവർ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ഇംഗ്ലീഷിൽ വായിക്കാം. Now as they were making their hearts merry, അവരവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞു വാതിലിന് മുട്ടി. ലോത്തിൻ്റെ വീട്ടിൽ റെസ്റ്റ് ചെയ്യുമ്പോഴായിരുന്നു. പക്ഷേ ഇവിടെ ഗിബയിലെ വീട്ടിൽ അവർ ഹൃദയം സന്തോഷിപ്പിക്കുമ്പോഴായിരുന്നു. The claim against the rest and the joy of the heart of the home. എന്നിട്ട് പറയുകയാണ്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുവാ, ഞങ്ങൾ അവനെ ഭോഗിക്കട്ടെ എന്ന് വീട്ടുടയവനായ വൃദ്ധനോട് പറഞ്ഞു. കണ്ടോ, നിങ്ങളുടെ വീട്ടിൽ നിരന്തരമായി സ്വസ്ഥതയ്ക്കും സന്തോഷത്തിനുമെതിരെ ഒരു പ്രശ്നമുണ്ടാകുന്നെങ്കിൽ there is a territorial claim dispute behind it. അകത്ത് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, കാരണം പുറത്തുനിന്ന് ആൾ വന്ന് തട്ടി വിളിക്കുക. ഇനി ഞാൻ ഇങ്ങനെ ടെറിട്ടോറിയൽ അറ്റാക്ക് ഉള്ള വീടിൻ്റെ, ടെറിട്ടോറിയൽ ക്ലെയിം കിടക്കുന്ന കുടുംബത്തിൻ്റെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. 19-ാം അധ്യായം 19 അതിൻ്റെ തന്നെ 16-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 16-ാം വാക്യം 1960, ജഡ്ജസ് 1960. അനന്തരം ഇതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വയസ്സായിട്ടും എന്തോ ഇല്ല, സ്വസ്ഥതയില്ല. വൃദ്ധനായ മനുഷ്യൻ വൈകുന്നേരം വരെ എന്ത് ചെയ്യുക? ജോലി ചെയ്യുക. കാരണം ഇത്രയും പ്രായമായിട്ടും പുള്ളിക്ക് ഒരു ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടായിട്ടില്ല. ഇനി വേറൊരു കാര്യം പറയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇല്ല അവിടെ. വൈകുന്നേരം വരെ ഇപ്പോഴും ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ഇത്രയും നാള്, കുഞ്ഞുനാളി 16-ാമത്തെ വയസ്സിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ വയസ്സ് 80 ഇപ്പോഴും കടം തീർന്നിട്ടില്ല. എന്താ കാര്യം എന്നറിയാമോ?
എന്താ കാര്യം? ടെറിട്ടോറിയൽ ക്ലെയിം. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 24-ാം വാക്യം, ഇതാ കന്യകയായ എൻ്റെ മകളും മതി നിൽക്കട്ടെ. അപ്പം അപ്പച്ചന് ഇത്രയും വയസ്സായിട്ട് മോളെ കെട്ടിച്ചിട്ടില്ല. കണ്ടോ ടെറിട്ടോറിയൽ ക്ലെയിം കിടന്നടിക്കുന്നേ? നിങ്ങളെ ആ വീട്ടിലേക്ക് നിങ്ങളൊന്ന് കയറണം. നമ്മൾ ലാസറിന്റെ വീട്ടിൽ നോക്കിയാൽ കാണാം, അപ്പനും ഇല്ല അമ്മയില്ല, 2 പെൺപിള്ളേരും, ഒരു ആങ്ങള ചെറുക്കനും. ആങ്ങള ചെറുക്കൻ ദേ തട്ടിപ്പോയി. നാട്ടുകാരെല്ലാം എന്താ പറഞ്ഞു? ആ വീട് അല്ലേലും മുടിഞ്ഞ വീടാ, അവിടെ ആണ് വാഴത്തില്ല. ഇതാണ് ടെറിട്ടോറി, ഇതാണ് ചില ക്ലെയിമുകൾ. We should cancel the claim. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരിക്കലും നടക്കരുതാത്ത ഭാഗങ്ങൾ. ആ വന്നയാളുടെ വെപ്പാട്ടിയെ വെളിയിലിട്ടു. അവർ രാത്രി മുഴുവൻ ആ സ്ത്രീയെ ഉപദ്രവിച്ചു. രാവിലെ ആയപ്പോഴത്തേക്ക് ആ സ്ത്രീയെ എന്ത് ചെയ്തു എന്നറിയാമോ? കൊന്നുകളഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം, വിവാഹം നടക്കത്തില്ല, പക്ഷെ ഇമ്മോറാലിറ്റി നടക്കും. വിവാഹം നടക്കത്തില്ല, പക്ഷെ ഇമ്മോറാലിറ്റി നടക്കും. അതിന്റെ കാരണം ഒരു ടെറിട്ടോറിയൽ ക്ലെയിമാണ്. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ചില ക്ലെയിമുകൾ ബ്രേക്ക് ആകട്ടെ. ഹോളി സ്പിരിറ്റ്, ഞാനൊന്ന് പറയട്ടെ, സമയത്തിന് വിവാഹം നടക്കാതിരിക്കുന്നുവെങ്കിൽ, ആമേൻ, വൃദ്ധനായിട്ടും അങ്ങേരുടെ സാമ്പത്തികവും സെറ്റിലായിട്ടില്ല, വൃദ്ധനായിട്ടും അങ്ങേരുടെ കുടുംബജീവിതവും സെറ്റിലായിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണം? ചില ടെറിട്ടോറിയൽ ക്ലെയിമുകൾ അവിടെ നിൽക്കുന്നതാണ്. ആമേൻ. സോദോമിൽ റെസ്റ്റ് ഇല്ല, ഗിബയിൽ ആമേൻ മെറി ഓഫ് ഹാർട്ട്, സന്തോഷം, ഹൃദയത്തിൻ്റെ സന്തോഷവും ഇല്ല. ഇന്ന് രാത്രി ഞാൻ 4 കാര്യങ്ങളെ പറഞ്ഞു ടെറിട്ടോറിയൽ ക്ലെയിമിൻ്റെ. 1 സ്വസ്ഥത കെടുത്തും, 2 സന്തോഷത്തെ കെടുത്തോ, 3 സാമ്പത്തികത്തെ തകർക്കോ, 4 കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ നടത്തിക്കത്തില്ല. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ചിട്ട് നിന്റെ കുടുംബത്തിന് നേരെ കിടക്കുന്ന ടെറിട്ടോറിയൽ ക്ലെയിം, വൈകിട്ട് 6 മണിക്ക് അപ്പച്ചൻ കണ്ടെത്തിന്ന് കയറി വരുന്ന പരിപാടിയാണെങ്കിൽ, അപ്പച്ച, യു ആർ അണ്ടർ ദ ടെറിട്ടോറിയൽ അറ്റാക്ക്. അപ്പച്ചൻ ഇപ്പോഴും പകല് മൊത്തം കണ്ടെത്തി കിടക്കണം. അപ്പച്ച, യു ആർ അണ്ടർ ദ ഡൊമിനിയൻ ഓഫ് ടെറിട്ടോറിയൽ ഡാർക്ക്നെസ്. അപ്പച്ച, ഒന്ന് വെളി വരണ്ടായോ? അപ്പച്ചൻ ഇപ്പോഴും വഴുതനത്തോട്ടത്തിലാ, അപ്പച്ചന്റെ മോൾ ഇപ്പോഴും വീട്ടിലുവാ. ഇന്ന് രാത്രി ബ്രേക്ക് ദ ക്ലെയിം. വഴുതനത്തോട്ടത്തിൽ നിന്ന് ദൈവപാദപീഠത്തിലോട്ട് മാറ്. ചേനയ്ക്ക് തടവെടുത്തത് മതിയെന്ന് അപ്പന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ കിടക്കുന്ന എല്ലാ ടെറിട്ടോറിയൽ ക്ലെയിമുകളും ബ്രേക്ക് ആകട്ടെ. സംഭ്രവ ലഹസിയ ലാർത്തോനിയ ലഖസിയ മഹത്താനിയ റഖട്ടോലി മഹസിയറ വൈഡറെ മെഹദിയ ലാർത്തോനിയ മഹസന്ദാരിയ ലഖട്ടാര മഹസതേനിയ രാജുനിയ റഹത്താനിയ. ഇന്ന് രാത്രി ഞാൻ ദൈവിക അധികാരത്തിൽ കുഞ്ഞുങ്ങളുടെ ദാമ്പത്യത്തിനെതിരെ കിടക്കുന്ന എല്ലാ ടെറിട്ടോറിയൽ ക്ലെയിമുകൾ, എത്ര പ്രായമായിട്ടോ സാമ്പത്തികമായി സെറ്റിലാകാൻ കഴിയാതെ കിടക്കുന്ന ക്ലെയിമുകൾ, കുടുംബത്തിന്റെ സ്വസ്ഥത തടയുന്ന ക്ലെയിമുകൾ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ടെറിട്ടോറിയൽ ക്ലെയിമുകളുടെ മേലോ, എല്ലാ ദേശശക്തികളുടെ മേലോ ഇന്ന് രാത്രി ഞാൻ ജയമെടുക്കുന്നു. ലസമല ഹട്ടന ഹട്ടന ഹട്ടാരിയ പ്രവാചിയ അതരം തുറന്ന അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവ് ചിലർക്ക് ചില ദർശനങ്ങളെ തുറന്നു നൽകുന്നു. ഹല്ലേലൂയ. ഒരു അന്യാരാധന ശക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അടിച്ചു കളഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ അടിച്ചു കളഞ്ഞേ. അബോറിയ മഹർത്താനിയ, നിന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന എല്ലാ ടെറിട്ടോറിയൽ സ്പിരിറ്റുകളോ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. നിന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന എല്ലാ ടെറിട്ടോറിയൽ പവേഴ്സ് ഇന്ന് രാത്രി ദൈവിക അധികാരത്തിൽ ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ, ബ്രേക്ക് ആകട്ടെ. ശംബ്ലോ വഹസിയ പ്രമോനിയ റാസകറ്റാനിയ ലാർത്തി നഹസിയ പ്രവാജിയ വോലഹദന ഹത്തിയാന ലാസ് മർഥാനിയ തലബാര കട്ടിയാന മഹസന്താരിയ പ്രവശ്യ ലോർത്തോനിയ റകസിയ പ്രഭ. ജീസസ്, ജീസസ്. 1 ശരീരത്തിനെതിരെയുള്ള ക്ലെയിം, 2 കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ക്ലെയിം, 3 സാമ്പത്തികമായി സ്ഥിരപ്പെടാതെ
രാത്രിയിൽ സ്വസ്ഥതയുണ്ടാകാതെ, സന്തോഷമുണ്ടാകാതെ, കുടുംബത്തിൽ നടക്കേണ്ട കല്യാണങ്ങൾ, കുടുംബത്തിൽ നടക്കേണ്ടതായ നല്ല വിരുന്നുകൾ സമയത്ത് നടക്കാതെ ബ്ലോക്ക് ചെയ്യുന്നതായ എല്ലാ ടെറിട്ടോറിയൽ ക്ലെയിമുകളോ ഇന്ന് രാത്രി 1 മിനിറ്റ് ശക്തമായി കരമടിച്ച് യേശുവിൻ്റെ രക്തത്തിൽ ജയം പറഞ്ഞ്, യേശുവിൻ്റെ രക്തത്തിൽ ജയം പറഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥന കഴിയുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് സ്വർഗം ഒരു അസാധാരണ സമാധാനത്തെ, എൻ്റെ അധ്വാനത്തിനൊരു ഫലത്തെ, എൻ്റെ തലമുറകൾക്കൊരു വിഷയത്തിനൊരു നീക്കുപോക്കിനെ ഇന്ന് രാത്രി സ്വർഗം റിലീസ് ചെയ്യുന്നു, സ്വർഗം റിലീസ് ചെയ്യുന്നു. ജീസസ്, ജീസസ്, ലമഹസിയ പ്രവാശാനിയ ജീസസ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. വേഗത്തിൽ പോകട്ടെ. ചിലപ്പോൾ 5-10 മിനിറ്റ് നീണ്ടെന്നിരിക്കും. ആർക്കെങ്കിലും കറക്റ്റ് ടൈമിൽ പോകേണ്ടതുണ്ടെങ്കിൽ യു ക്യാൻ ഗോ. ആമേൻ. ജീസസ്. ഏതായിരുന്നാലും ഉപവാസത്തോടെ പ്രാർത്ഥിക്കാനിരിക്കുക. ചിലപ്പോൾ 5 മിനിറ്റ് നീണ്ടെന്നിരിക്കും. ഇന്ന് പോയിട്ട് ഇനി ഏതായാലും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ആമേൻ. അടുത്ത ഒരു ക്ലെയിമിലേക്ക് ഞാൻ കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. അതിൻ്റെ 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സക്കായിയുടെ വീട്ടിലേക്ക് യേശു കയറി ചെല്ലുകയാണ്. സക്കായി ദൈവസാന്നിധ്യത്തിലേക്ക് കയറുകയാണ്. സക്കായും ദൈവവും കൂടെ, സക്കായും യേശുവും കൂടെ എന്ത് ചെയ്യാൻ പോവുകയാണ്? സക്കായും യേശുവും കൂടെ കണക്റ്റ് ആകാൻ പോവുകയാണ്. പക്ഷെങ്കിൽ സക്കായുമായിട്ട് യേശു കണക്റ്റ് ആകുന്നതിനെതിരെ ഒരു ക്ലെയിം വരികയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വല്ലാതെ നിന്നെ ഉറക്കിക്കളയുന്നെങ്കിൽ, സംതിങ് റിസ്ട്രെയിനിങ് യു ഫ്രം ബീങ് കണക്റ്റഡ് ടു ഗോഡ്, ദൈവ സാന്നിധ്യത്തിലേക്ക് നീ കണക്റ്റ് ആകാതെ നിനക്കെതിരെ ഒരു ശക്തി നിന്ന് വല്ലാതെ നിന്നെ തടയുന്നെങ്കിൽ ദാറ്റ് ഈസ് എ ക്ലെയിം. ദാറ്റ് ഈസ് എ ക്ലെയിം. സക്കായിയുടെ വീട്ടിലേക്ക് യേശു കയറി ചെല്ലുകയാണ്. അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 19-ന്റെ 7-ൽ ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ. 6-ാം വാക്യം കൂടെ ഒന്ന് എടുക്കാമോ? അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. സന്തോഷത്തോടെ സക്കായി യേശുവിനെ വിളിച്ച് വീട്ടിലോട്ട് പോകുക. പക്ഷേ അപ്പുറത്ത് സക്കായിയുടെ അകത്ത് സന്തോഷം, സക്കായിയുടെ വീട്ടിൽ യേശു. ഞാൻ ഒന്നുകൂടെ പറയാം. സക്കായിയുടെ വീട്ടിൽ സന്തോഷം, സക്കായിയുടെ ഹൃദയത്തിൽ, സക്കായിയുടെ വീട്ടിൽ യേശു, സക്കായിയുടെ ഹൃദയത്തിൽ സന്തോഷം. പക്ഷേ കണ്ടവർക്കെല്ലാം എന്തായി തീർന്നെന്നറിയാമോ? അത് ഭയങ്കര പുറുപുറുപ്പായി തീർന്നോ? ആമേൻ. സക്കായിയുടെ സ്പിരിച്വൽ എഡിഫിക്കേഷൻ, സക്കായിയുടെ സ്പിരിച്വൽ ഗ്രോത്ത്, അതിനെതിരെ ഒരു ക്ലെയിം വരികയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾക്കെതിരെ ഒരു ക്ലെയിം കിടക്കും. ആമേൻ. കണ്ടവരെല്ലാവരും പറഞ്ഞു അവൻ പാപിയായ ഒരു മനുഷ്യന്റെ കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു. ഇവിടെ ആരാ സംസാരിച്ചത്? യേശുവാണോ സംസാരിച്ചേ? അല്ല. 8-ാം വാക്യം. ആമേൻ. അവനെതിരെ ഒരു ക്ലെയിം വന്നപ്പോൾ സക്കായി തിരിഞ്ഞു നിന്ന് തനിക്കെതിരെ പുറുപുറുത്തവരുടെ അടുക്കൽ 2 പറഞ്ഞിട്ട് പോകാമെന്നാണോ പറഞ്ഞേ? അല്ല. സക്കായി നിന്ന് കർത്താവിനോട്, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്കെതിരെ എവിടെയെങ്കിലും ഒക്കെ ക്ലെയിമുകൾ വരുമ്പോൾ, നിനക്കെതിരെ എവിടെയെങ്കിലും ഒക്കെ സംസാരങ്ങൾ ഉയരുമ്പോൾ, നീ തിരിഞ്ഞ് അവരെ നോക്കി കൊഞ്ഞനം കുത്തരുത്. സക്കായി നിന്ന് കർത്താവിനോട്, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഡീൽ വിത്ത് ഗോഡ്. കർത്താവുമായി നീ സംസാരിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ക്ലെയിമുകൾ ക്യാൻസൽ ആവുകയാണ്. കർത്താവുമായി നീ സംസാരിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ക്ലെയിമുകൾ മാറുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നു. സക്കായി നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, അർഹമല്ലാത്തതെന്തെങ്കിലും കയ്യിലിരിപ്പുണ്ടെങ്കിൽ, ആമേൻ, ദൈവഹിതമല്ലാത്തതെന്തെങ്കിലും കയ്യിലിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ഗ്രോത്തിന്, നിന്റെ ഫെലോഷിപ്പിനെതിരെ അതൊരു ക്ലെയിമായിട്ട് കിടക്കാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു തിന്മയുടെ ക്ലെയിം ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ അടുക്കൽ ഒന്ന് പറയണം. കർത്താവേ, എന്നോടൊന്ന് ക്ഷമിക്കണമേ. കർത്താവേ, മടക്കി കൊടുക്കേണ്ടതിനെ ഞാൻ മടക്കി കൊടുക്കാം. അമ്മേ, എനിക്ക് 5 വർഷം മുമ്പ് 2 എണ്ണം കിട്ടിയായിരുന്നു. അത് ഞാൻ ഇപ്പം തന്നെ മടക്കി 4 എണ്ണം കൊടുത്തേക്കാം. അതാ പ്രശ്നം. അന്ന് എന്നെ അവൾ 4 പറഞ്ഞതാ, ഇതുവരെ ഞാൻ പറഞ്ഞില്ല. ഇന്ന് 10 തിരിച്ചു പറഞ്ഞേക്കാം. അത് മടക്കി കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത് കേട്ടോ. ചതി
പതിവായി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ചങ്കൂറ്റം ഹൃദയത്തിനകത്തുണ്ടാകണോ? ആമേൻ. ഇന്ന് രാത്രി ഒരു ചങ്കുറപ്പ് ഹൃദയത്തിനകത്തുണ്ടാകണോ? ഇന്ന് രാത്രി ആമേൻ എനിക്ക് ധൈര്യത്തോടുകൂടി പറയാൻ കഴിയോ, ഈ പുസ്തകം എടുത്തിട്ട് ആമേൻ ഏക്കർ സമ്പാദിച്ചെന്നോ, ഈ പുസ്തകം എടുത്തിട്ട് ആമേൻ രാജ്യങ്ങൾ സന്ദർശിച്ചെന്നോ ഒന്നുമല്ല എൻ്റെ സാക്ഷിയ. എനിക്ക് ധൈര്യത്തോടുകൂടി പറയാൻ കഴിയോ, ഈ പുസ്തകം എടുത്തിട്ട് എൻ്റെ പോക്കറ്റിൽ അന്യായമായിട്ട് ഒരു നയ പൈസ കയറിയിട്ടില്ല. അപ്പുറത്തവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നതോ അപ്പുറത്തവൻ്റെ വീട്ടിലിരിക്കുന്നതോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതെൻ്റെ ധൈര്യമാണ്. ജീസസ്. മലയാളത്തിൽ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിലെന്നാ പറഞ്ഞിരുന്നത്, പക്ഷെ ഇംഗ്ലീഷ് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ആമേൻ. If I have taken anything from any man by false accusation, I restore him fourfold. അപ്പോൾ ഞാനൊരു അക്യൂസേഷൻ ഒരാൾക്കെതിരെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെയും ഒരു അക്യൂസേഷൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ഒരാൾക്കെതിരെ ഒരു അക്യൂസേഷൻ എറിഞ്ഞിട്ട് ഒരു നന്മയും എനിക്ക് വേണ്ട. കൂട്ടുവിശ്വാസിയെ കുറിച്ചൊരു കുറ്റം ആരോടെങ്കിലും പറഞ്ഞിട്ട് എനിക്കൊരു ഹയർ പൊസിഷൻ വേണ്ട. ഓ, കലീഗിന്റെ കുറ്റം ചെന്ന് മാനേജർക്ക് കൊടുത്തിട്ട് എനിക്കൊരു പ്രൊമോഷനും വേണ്ട. നിന്റെ വായിൽ നിന്നൊരു അക്യൂസിംഗ് വേർഡ് പുറപ്പെടരുത്. ആമേൻ. നിന്റെ ഫോൺ കോളുകളിൽ, നിന്റെ കോൺവെർസേഷനുകളിൽ നീ വേറൊരുത്തനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ that will be a claim against you, that will be a claim contrary to you, and finally it shall be an ordinance against you, ordinance contrary to you. ഇന്ന് രാത്രി ഭയപ്പെട്ടുകൊള്ളണം. Have you ever taken anything from anyone through false accusation? നിനക്ക് നിശ്ചയമില്ലാത്ത ഒരു കാര്യം ആരെയെങ്കിലും കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ that will stand against you. പെട്ടെന്ന് സക്കായി കർത്താവിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ 4 മടങ്ങായി മടക്കി കൊടുത്തോളാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മളെ വേറൊരാളെ അക്യൂസ് ചെയ്ത്, വേറൊരാളെ താഴ്ത്തിക്കെട്ടി, വേറൊരാളെ കുറ്റം പറഞ്ഞ് നമുക്കൊന്നും വേണ്ട ദൈവമക്കളെ, നമുക്കൊന്നും വേണ്ട. ആമേ. മണ്ണോട് മണ്ണലിയുമ്പോൾ ഇട്ടിട്ട് പോകുന്ന എന്തെങ്കിലും ഒന്നിനും വേണ്ടി ഒരുത്തൻ്റെയും കണ്ണുനീര് നമ്മുടെ മേളിൽ കിടക്കരുത്. ഒരുത്തൻ്റെയും കണ്ണുനീര് നമ്മുടെ മേളിൽ കിടക്കരുത്. ഒരുത്തൻ്റെയും വേർപ്പിന്റെ മണം നമ്മുടെ പോക്കറ്റിൽ കിടക്കരുത്. നോ നോ നോ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. 1-2 ഭാഗങ്ങളെ കൂടെ പറയട്ടെ. അടുത്തതായി ചില ക്ലെയിമുകളുണ്ട്. ഇത് നമ്മൾ അക്യൂസ് ചെയ്തെടുത്തത്. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സെയീരിൽ കുടിയിരിക്കുന്ന ഏശാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടെ നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും, ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം. അടുത്ത ഭാഗം, നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്കൊരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല. സെയീർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം, വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം. ഇനിയും അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അങ്ങനെ നാം സെയീരിൽ കുടിയിരുന്ന ഏശാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ച് അരാബ വഴിയായി. എൻ്റെ ബൈബിളിൽ ഞാൻ ആ ഒഴിച്ചു എന്നുള്ളതൊന്ന് വട്ടത്തിലിട്ടിട്ടുണ്ട്. ചിലതിനെ നമുക്ക് അവകാശപ്പെടുത്താം, പക്ഷെ നമ്മൾ എന്തോ ചെയ്തേക്കണം? ഒഴിച്ചേക്കണം. എൻ്റെ ആധാരത്തിൽ കിടക്കുന്നതാ, പക്ഷെ ഞാൻ ആ 2 സെന്റ് എന്തോ ചെയ്തേക്കണം? ഒഴിച്ചേക്കണം. കർത്താവ് പറഞ്ഞു, നീ സെയീരിന്റെ പർവ്വതത്തിൽ കൂടി പോകുന്നു, നിന്നെ കാണുമ്പോഴേ അവൻ പേടിക്കും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ അവിടുത്തെ 1 ഇഞ്ച് ഭൂമി പോലും എടുക്കരുത്, ഞാനത് നിനക്ക് അവകാശമായി തരികയില്ല എന്ന് പറഞ്ഞ കർത്താവ് തരാത്തതൊന്നും നമുക്ക് വേണ്ട.
ഇത് സഹോദര്യ ബന്ധം. വീണ്ടും അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, മോവാബിനെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്, ഞാൻ അവരുടെ ദേശത്ത് നിനക്ക് ഒരവകാശം തരികയില്ല. ആ ദേശത്തെ ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമാക്കി കൊടുത്തിരിക്കുന്നു. ആമേൻ. ഏശാവിൻ്റെ മക്കൾക്കുള്ളതും ലോത്തിന്റെ മക്കൾക്കുള്ളതും എനിക്ക് വേണ്ട. ഇന്ന് രാത്രി അധരം തുറന്ന് പറഞ്ഞേ, ഏശാവിൻ്റെ മക്കൾക്കുള്ളതും ലോത്തിന്റെ മക്കൾക്കുള്ളതും എനിക്ക് വേണ്ട. ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിൻ്റെ ജനമേ, ആമേൻ, നമുക്കുള്ളതല്ലാത്ത ചിലതിനെ നമ്മൾ കൈവശം വെച്ചാൽ, ആമേൻ, ഇറ്റ് വിൽ നോട്ട് ബി സേഫ് ഫോർ അസ്. ആമേൻ. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിതൗട്ട് ഇല്ലുസ്ട്രേഷൻസ് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. നമുക്കുള്ളതല്ലാത്തതിന് ഒന്നിനെയും നമുക്ക് വേണ്ട. നമുക്കുള്ളതല്ലാത്തതിനെ ഒരു വിറക് കഷണം പോലും നമുക്ക് വേണ്ട. ഒരു വിറക് കഷണം പോലും. ആമേൻ. ഞാൻ ആ ഒരൊറ്റ ഭാഗം പറയാം. ഒത്തിരി സംഗതികളുണ്ട് എൻ്റെ ഇതിൽ പറയാൻ. ഒരു 3 മാസം മുമ്പ് ഇവിടെ ഒരു ഫാമിലി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വന്നു. അവരുടെ അടുക്കൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന വസ്തുവിൻ്റെ നിങ്ങളുടെ അനിയൻ്റേതാണ്, അത് തിരികെ കൊടുക്കാതെ നിങ്ങൾ സമാധാനം അനുഭവിക്കത്തില്ല. അവരെൻ്റെ അടുക്കൽ പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, പക്ഷേ ചേട്ടൻ അത് സമ്മതിക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാതിരിക്കത്തില്ല, കർത്താവും ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ആ വീടും വസ്തു അനിയന് കൊടുക്കാതെ നിങ്ങൾ സമാധാനം എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാനന്ന് TPM-ലാണ്. എറണാകുളത്ത് എൻ്റെ അമ്മയുടെ കസിൻ്റെ ഒരു വസ്തുവുണ്ട്. അദ്ദേഹം അവിടെ വന്നപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞു, മോനെ, അവിടെ ഒത്തിരി തേങ്ങായും വിറകും ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ പോയി എടുത്തോളണമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ 1-2-3 സഹോദരന്മാരെ കൂട്ടി അവിടുത്തെ വിറകും ഇതുമെല്ലാം എടുക്കാൻ പോയി. അതിനകത്ത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാതിക്കൽ ഒരു തടി കഷ്ണം കിടപ്പുണ്ട്. ചെതലൊക്കെ പിടിച്ചതാ, ചെറുതായിട്ട് ചെതലൊക്കെ മണ്ണൊക്കെ പിടിച്ചതാ. അതെടുത്തിടാൻ നേരം അയൽവക്കത്തു നിന്നൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അത് എൻ്റേതാണെന്ന് പറഞ്ഞു. എനിക്കന്ന് 23-24 വയസ്സ്. അപ്പം ചർച്ചിൽ മുതിർന്ന സഹോദരന്മാരുണ്ട്. ഞാൻ പറഞ്ഞു, അത് എടുക്കണ്ട എന്ന് പറഞ്ഞു. അതെടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓ, അത് നമ്മുടേത് തന്നെ, നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒത്തിരി ജൂനിയർ ആയത് കാരണം ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ, ഒത്തിരി ബലത്തോടെ പറയത്തില്ലല്ലോ, ഗതി കെട്ടാലേ ബലത്തോടെ പറയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ, അത് എടുക്കണ്ട, പുള്ളിയുടെയാ. ഇല്ല, അത് പുള്ളിയുടെ അല്ല, നമ്മുടെ പറമ്പിൽ കിടക്കുന്നത്, നമുക്ക് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. സാധനമെല്ലാം ലോഡ് ചെയ്തു, വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടാവുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറയാം, എല്ലാവരുടെ തള്ളു, ജോയി തള്ളു, ബിജു തള്ളു, എല്ലാവരുടെ തള്ളെന്ന് പറഞ്ഞു. ഒന്നാമത് എല്ലാവരുടെ വിറകും സാധനം എല്ലാം എടുത്തിട്ട് ക്ഷീണിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടും തെള്ളിയിട്ടും വലിച്ചിട്ടും ഒന്നും വണ്ടി മൂവ് ചെയ്യുന്നില്ല. തെള്ളുന്നിടത്തോളം ടയർ അകത്ത് കിടന്ന് ടയർ അങ്ങ് താണു. ഞാൻ അവസാനം പറഞ്ഞു, അച്ഛൻ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആ വിറകൊന്നെടുത്ത് വെളിയിലോട്ട് ഇടാവും. പുള്ളിക്ക് ഭയങ്കര ഒരു ഈഗോ. പുള്ളി കൂടെ എന്നോരത്ത് പറഞ്ഞു, ഇതങ്ങോട്ട് എടുത്ത് അങ്ങ് ഇട്ടേക്കാൻ പറഞ്ഞു. ഞാനും കൂടെ ചെന്ന് ഈ സാധനം എടുത്തിട്ടു, താഴെ ഇട്ടു. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്ക ചോദിച്ചു, ഇതൊന്ന് കയറി നോക്കാം. ഒറ്റ അടിക്ക് എഞ്ചിൻ സ്റ്റാർട്ടായി. ആദ്യമേ ഇത് പോരായിരുന്നു, വെറുതെ നിന്ന് വണ്ടിയുടെ ടയർ കളയണമായിരുന്നു. വല്ലവൻ്റെ വിറകെടുക്കാൻ പോയി നിന്റെ ടയർ തേക്കേണ്ടി വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിടത്തും നമുക്കൊരു സാധനം വേണ്ട എന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോനെ, നീ അതെന്നോട് ചോദിക്കരുത്, ഞാൻ നിൻ്റെ ആയുസ്സിൽ നിനക്കത് തരത്തില്ല. അതിലും മേത്തരമായത് ഞാൻ നിനക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഞാൻ നിനക്കത് തരത്തില്ല. ഈ ഭൂമിയിൽ നീ എന്നോടത് ചോദിക്കരുത്. ഞാൻ ആ വിഷയത്തെ ഒരിക്കലും ചോദിക്കത്തില്ല. എനിക്ക് ആ വിഷയത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ദൈവം നമുക്ക് തരത്തില്ല എന്ന് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ലീവ് ഇറ്റ്. ആമേൻ. അത് നമുക്കുള്ളത് അല്ല. അത് നമുക്കുള്ളതല്ല. നമുക്കർഹമല്ലാത്തത് എന്തെങ്കിലും ഒന്നും നമ്മുടെ പോക്കറ്റിലിരുന്നാൽ ഇറ്റ് വിൽ ബി എ ക്ലെയിം. ആമേൻ. ഞാൻ 2 കാര്യം പറഞ്ഞു നിർത്തട്ടെ. അടുത്തതായ ഒരു ക്ലെയിം, അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ക്ലെയിമിൻ്റെ, നമ്മുടെ എല്ലാവരുടെയും ക്ലെയിമിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞാൽ നമ്മുടെ അനുഗ്രഹം തന്നെയാണ് നമുക്കെതിരെയുള്ളൊരു ക്ലെയിമിൻ്റെ കാര്യം. എത്രയോ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെട്ട് വരുന്ന ഒരു ദുർശക്തി എന്ന് പറഞ്ഞാൽ, നമ്മൾ ചോദിക്കും, കല്യാണത്തിന് മുമ്പ് വേറെ ഒരു കല്യാണാലോചന വന്നായിരുന്നോ? ആ കല്യാണം നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞോ?
അതിൻ്റെ റൂട്ട് എടുത്ത് പിടിച്ചു വരുമ്പോൾ കറക്റ്റ് ക്ലെയിം കിടക്കുന്ന ഈ പെൺകുഞ്ഞിന് കുഞ്ഞുണ്ടാകാത്തത്, അവളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാത്തത് മുഴുവനും എന്തായിരിക്കും എന്നറിയാമോ? ആ ക്ലെയിം. മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ട. ആ പെൺകുച്ചിനെ എൻ്റെ കുടുംബത്തിൽ കെട്ടിച്ചു തന്നില്ല, അവളെ എവിടെ പോയാലും ഗുണം പിടിക്കത്തില്ല. ഇതുപോലെ ഏറ്റവും വലിയൊരു സംഗതിയാണ് എന്തെന്നറിയാമോ? ശുശ്രൂഷയിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. സാമിനെ കൂടെ നിർത്തിയാൽ അവർക്ക് പ്രയോജനമാണ്, അവർക്ക് നന്മയാണ്. ഭയങ്കര സോപ്പിട്ട് ഭയങ്കര പതപ്പിച്ച് കൂടെ നിർത്തും. പക്ഷെ വഴങ്ങത്തില്ല എന്ന് കാണുമ്പോഴത്തേക്ക് നിന്നെ ലോകത്തിന്റെ വെളിച്ചം കാണിക്കത്തില്ലടാ. പിന്നെ അച്ചായൻ്റെ ഒത്താശയില്ലയോ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ഞാനിതിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, അതിൻ്റെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യം. അവർ അങ്ങനെ ചെയ്തു. ജനം ഓടിപ്പോയി എന്ന് മിസ്രയീം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മനസ്സുമാറി. ഇസ്രായേല്യരുടെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ, നാം ഈ ചെയ്തതെന്ത് എന്ന് പറഞ്ഞു. ഇത്രയും നാളും ഇസ്രായേല്യർക്ക് മക്കളുണ്ടാവരുത് എന്തോ ഒരു ബഹളമായിരുന്നു. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴറിഞ്ഞു അവൻ നമ്മുടെ കൂടെ ഇരുന്നെങ്കിൽ കൂലിയില്ലാതെ വേല ചെയ്തേനെ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും എന്നോടൊപ്പം ശുശ്രൂഷയിൽ സഹകരിക്കുന്നവർ ഇവിടെ തളയ്ക്കപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. പക്ഷെ പല ശുശ്രൂഷ ഇടങ്ങളിലും ആ ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് കയറിയാൽ, ആ ചർച്ചിൽ കീബോർഡ് വായിക്കാൻ കയറിയാൽ, ആ ചർച്ചിൽ പാടാൻ കയറി കഴിഞ്ഞാൽ, ആ ചർച്ചിൽ കയറി കഴിഞ്ഞാൽ അവൻ്റെ ലോകത്തിലെ സകല സാധ്യതകളും അതോടുകൂടി കട്ടും. പിന്നെ ഇവിടെ ഉപവാസ പ്രാർത്ഥന വെച്ചാലും ഇവനുണ്ട്, ഇവൻ വീട്ടു പ്രാർത്ഥന വെച്ചാൽ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ നീ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇവിടെ കിടന്ന് നീ അടിച്ചു പൂട്ടിക്കെട്ടിക്കളയും. അവൻ നല്ല ഡ്രൈവറാണ്, അവന് വേറെ ജോലിയൊന്നും കിട്ടാതിരിക്കട്ടെ, എൻ്റെ വണ്ടി തന്നെ എന്നും ഉന്തിക്കൊണ്ട് നടക്കട്ടെ. ഞാൻ കൊടുക്കുന്നതോ 4000 രൂപ. എന്ത് മിടുക്ക. രാത്രി നിന്റെ നന്മ, നിന്റെ കഴിവ്, നിന്റെ പ്രാപ്തി അത് പ്രയോജനപ്പെടാതെ വേറെ ചിലർക്ക് നിന്നെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ ഞാൻ കർശനമായിട്ട് പറയുക, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യനും എന്നെ ഉപയോഗിക്കാൻ ഇടവരരുത്. ആമേൻ. എന്നെ ആരും യൂസ് ചെയ്യരുത് കർത്താവേ. മക്കളെ, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല യൗവനം ഒത്തിരി പേരെന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷമവും സങ്കടം ഇന്നും എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആയുസ്സിലെ ഒരു കാലവും നമ്മളെ ഒരുത്തൻ ഉപയോഗിക്കരുത്. നീ കർത്താവിനുള്ളവനായി നിൽക്കണോ. ഒരു സംഘടനയും ഒരു മനുഷ്യനും ഒരു പ്രസ്ഥാനവും ഒരു സഭയും ഒരു കമ്പനിയും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ നിന്നെ കൊണ്ട് മുതലാക്കരുത്. നിനക്കൊരു അനുഗ്രഹമാകണം ആദ്യം. ജീസസ്. ഞാൻ പച്ചക്കൊരു പരമാർത്ഥം പറയാം. ഞാൻ ദൈവത്തോട് ചിലപ്പോ സങ്കടം പറഞ്ഞിട്ടുണ്ട്. നീ ഒരു അനുഗ്രഹമായിരിക്കും. ആ വാഗ്ദത്തം എൻ്റെ മേളിൽ നന്നായിട്ട് കത്തുന്നുണ്ട്. ഞാനൊരു അനുഗ്രഹമാണ്. പക്ഷെ അതിൻ്റെ അപ്പുറം ഒരു വാക്യമുണ്ട്, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. യോസഫേ, നീ പൊത്തീഫറിന്റെ വീട്ടിൽ പോയാൽ അവനും ഗുണമാണ്, നീ കാരാഗ്രഹത്തിൽ പോയാൽ അവർക്ക് ഗുണമാണ്. പക്ഷെ ഇതുകൊണ്ട് വല്ല യോസഫിന് വല്ല ഗുണമുണ്ടോ? അവനെന്നും ലല്ല. യോസഫേ, നിനക്ക് ഗുണം വരണമെങ്കിൽ നിന്റെ വാഗ്ദത്തത്തിൽ നീ കയറണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ഒരു കമ്പനിക്കാരനും ഒരു മാനേജറും ഒരു മുതലാളിയും ഒരു കുടുംബക്കാരനും നിനക്കെതിരെ ഒരു ക്ലെയിം ഇട്ട് നിന്നെ അവകാശപ്പെടുത്തരുത്. നിന്റെ മക്കളെ അവനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്, നീ അവന്റെ വീട്ടിൽ തന്നെ വേലയ്ക്ക് നിൽക്കണമെന്ന്, നീ അവന്റെ ക്യാമ്പസിൽ തന്നെ ശുശ്രൂഷയ്ക്ക് നിൽക്കണമെന്ന് എവിടെയെങ്കിലും നിനക്കെതിരെ ഒരു ക്ലെയിം ഇട്ട് ശത്രു ഉയർത്തുമ്പോൾ ഇന്ന് രാത്രി ബ്രേക്ക് ഇറ്റ്. പ്രാബലം പ്രവാചിയം പ്രവോഡിയ രഹസ്യതരദിയ ലാർക്കറ്റനമനിയം പ്രവോഷകതൽ ഖർഹസതാരി റഖമഹസിയം ധാര അടനമഹസിയ പ്രവർത്താനി അമ്പലകസിയ. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. പിശാചിൻ്റെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അവന് നമ്മുടെ മേളിലൊരു ക്ലെയിമുണ്ട്.
നിയമാനുസൃതമല്ലാത്തത് എന്തെങ്കിലും ഒന്ന് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ പോലീസിന് എൻ്റെ വീട്ടിൽ കയറാൻ അധികാരമുണ്ട്. അവനൊരു വാറണ്ട് ലഭിക്കും. ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-20 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 14. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെക്കാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ. വീണ്ടും 20-ാം വാക്യം. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും. ആമേൻ, ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, 1 കൊരിന്ത്യൻസ് 1 കൊരിന്ത്യർ 10:28 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നീ വിഗ്രഹാർപ്പിതം തിന്നരുത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയട്ടെ, ഏതെങ്കിലും വിഗ്രഹാർപ്പിതം, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നേർച്ചക്കഞ്ഞിയും ഓണസദ്യയും പ്രസാദവും നീ വാരി അടിച്ചാൽ അത് നിന്റെ അകത്തു കയറുമ്പോൾ അന്ന് തുടങ്ങി എന്ത് ചെയ്യുമെന്നറിയാമോ? ശത്രുവിന് നിന്റെ മുകളിൽ ഒരു ക്ലെയിം കിടക്കും. ഞാൻ ഒരിക്കൽ ഒരിടത്തിരിക്കുമ്പോൾ കുടിച്ച് ലക്ക് കെട്ടൊരു മനുഷ്യൻ എൻ്റെ അടുക്കൽ കടന്നു വന്നു. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം തകർന്നു പോയ ഒരു കുടുംബം, കേരളത്തിലെ സമുന്നത കുടുംബം എന്ന് പറയുന്ന ഒരു സമുന്നത ജാതി എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ടയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാൻ ചോദിച്ചു, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഒന്നും മതത്തിനകത്ത് ഈ മദ്യപിക്കരുതെന്ന് പറയത്തില്ലയോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ദാഹം വഹിക്കുക എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സംഗതിയെ ചുമക്കണമെങ്കിൽ അത് അടിച്ചിട്ടേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ചുമക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് അടിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, സാധനം മണ്ടയ്ക്ക് കയറത്തുള്ളൂ. ഈ പത്തനംതിട്ടയിൽ എനിക്കൊരാളെ അറിയാം. കൃത്യമായ ഇടവേളകളിൽ ഇവിടുത്തെ ഒരു പള്ളിയിൽ പ്രത്യേക നേർച്ചകൾ നടക്കുമ്പോൾ, നൊയമ്പുകൾ ഒഴിഞ്ഞ് ഇത് നടക്കുമ്പോൾ, പെരുന്നാളുകൾ നടക്കുമ്പോൾ ഈ മനുഷ്യൻ ഉലകത്തിൻ്റെ എവിടെ ഇരുന്നാലും അയാൾക്ക് മദ്യം കുടിക്കണമെന്ന് തോന്നും. എന്താണ് കാരണമെന്നറിയാമോ? ഇതകത്തു കയറി കഴിഞ്ഞാൽ അവൻ ഇതിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരു ക്ലെയിം ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, ഒരു ഇരുമ്പ് അകത്ത് കിടന്നാലേ കാന്തത്തിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യമേ കാന്തം ഇവിടെ വന്ന് ഒട്ടത്തില്ല. ആദ്യം അകത്തെന്ത് ചെയ്യും, അവൻ ഇരുമ്പിനെ ഇൻസേർട്ട് ചെയ്യും. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, ആമേൻ, ചില ഭക്ഷണങ്ങളോടുള്ള നിന്റെ ആർത്തി, ചിലർക്കുണ്ട് ചില ഹോട്ടലുകളിൽ നിന്നേ കഴിക്കത്തുള്ളൂ, ചിലയിടത്തു നിന്നേ അവർക്ക് കഴിക്കാൻ കഴിയത്തുള്ളൂ, ചിലത് മാത്രമേ അവർക്ക് പിടിക്കത്തുള്ളൂ. ഇന്ന് രാത്രി പറയട്ടെ, ഏതെങ്കിലും ഒരിടത്ത് മാത്രം ഭക്ഷണവുമായി നിനക്കൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, ആമേൻ, ഞാൻ കള്ളിലേക്കും കഞ്ചാവിലേക്കും ഒന്നും പോകുന്നില്ല, അതിന് ഉപരിയായിട്ട് ആമേൻ, ഏതെങ്കിലും ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിനക്കൊരു വല്ലാത്ത സംഗതി ഉണ്ടെങ്കിൽ അതിനകത്തൊരു ക്ലെയിം ഇട്ട് ആമേൻ നിന്റെ മേൽ അവകാശം പറയുകയാണ്. ആമേൻ, വിഗ്രഹാർപ്പിതമെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിമ്പിൽ ഒരു ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞാൽ നീ മനസാക്ഷി നിമിത്തം തിന്നരുത്. ഞാൻ പറയട്ടെ, യോഗ്യമല്ലാത്ത ഭക്ഷണം പോലും നമ്മുടെ മുകളിൽ എന്തിടും, ക്ലെയിം ഇടും. യോഗ്യമല്ലാത്ത ഭക്ഷണം പോലും നമ്മുടെ മുകളിൽ ക്ലെയിം ഇടും. ഞാൻ പറയട്ടെ, പലരുടെയും മദ്യപാനം അവരുടെ അഹങ്കാരവും അവരുടെ ദുശീലവും ഒന്നുമല്ല. അവരുമായി കണക്റ്റായി നിൽക്കുന്ന ഒരു ക്ലെയിം, അവരുമായി കണക്റ്റായി നിൽക്കുന്ന ഒരു ട്രഡീഷണൽ സ്പിരിറ്റ് ഇവരുടെ അടുക്കൽ പറയാം, നീ കുടിക്ക്, നീ കുടിച്ച് നിന്റെ അകത്ത സാധനം കയറിയാലേ എനിക്ക് നിന്നിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവിക അധികാരത്തിൽ അവന്റെ ചില ക്ലെയിമുകളെയും അതിന്റെ കണക്ഷനുകളെയും ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. നീ ചിലതിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ ചില ഹുക്കുകൾ, ചില ക്ലച്ചസുകൾ നിന്റെ മേളിൽ കിടക്കത്തില്ല. ഹോളി സ്പിരിറ്റ്, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എത്ര വലിയ ചങ്ങല കൊണ്ടുവന്നാൽ ഒരു ഹുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, കൊളുത്താൻ കഴിയത്തുള്ളൂ. നിന്റെ ചില ആഹാരത്തോടുള്ള കൊതി, നിന്റെ ചില വിഷയങ്ങളോടുള്ള ആസക്തി, ഒരുപക്ഷെ അതൊരു സിനിമയായിരിക്കാം, അതൊരു പക്ഷേ ഒരു ഗെയിം ആയിരിക്കാം, അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു കലാവിനോദമായിരിക്കാം, ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനുള്ള ആശയമായിരിക്കാം, ഏതെങ്കിലും ഒരു ഭക്ഷണമോ ഏതെങ്കിലും ഒരു സാധനത്തോടുള്ള ആർത്തിയായിരിക്കാം. ഇന്ന് രാത്രി തിരിച്ചറിയണം, അതിന്റെ പിമ്പിൽ ഒരു ഡിസ്പ്യൂട്ട് കിടപ്പുണ്ട്. ഇന്ന് രാത്രി ആ ക്ലെയിം ക്യാൻസൽ ആകട്ടെ. നീ ആ ഹുക്ക് നിന്റെ റൂഫിൽ വെക്കാതിരുന്നാൽ അവന്റെ ചങ്ങല താഴെ കിടക്കത്തേ ഉള്ളൂ.
ഹോളി സ്പിരിറ്റ് പ്രവർത്താനിയ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, പിശാച് എന്തിനാ നമ്മളോട് ഇങ്ങനെ ക്ലെയിം ഇടുന്നതെന്ന്. പിശാച് ക്ലെയിം ഇടുന്നതിൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി. 8:30 വരെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയം കൂടുതൽ എടുക്കുകയാണ്. നാളെ തുടങ്ങി 9 മണി വരെയാണ് പ്രാർത്ഥന. കൃത്യസമയത്ത് ഞാൻ നിർത്തിയേക്കാം. ആമേ. 8:30 വരെ പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഇന്ന് ഇച്ചിരി നീണ്ടുപോയത്. നാളെ രാത്രി തുടങ്ങി 9 മണി വരെയാണ്. അപ്പോൾ കൃത്യസമയത്തിന് 5 മിനിറ്റ് മുമ്പേ പ്രാർത്ഥന നിർത്തിയേക്കാം. ആമേ. സ്തോത്രം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാരണം 2 മണിക്കൂർ തീരത്തില്ല. പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ട സമയങ്ങളാണ്. റാബക്കറ്റ. അതുപോലെ തന്നെ ദൈവജനം കഴിവതും 6:30-ക്ക് മുമ്പായിട്ട് വരണം. ഞാൻ 6 മണിക്ക് തന്നെ ഇവിടെ വരിക. അമ്മേ, നമ്മളിവിടെ ചില സമയം ഏകാന്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് ചിലതിനെ പൊട്ടിച്ച് കയറാം. പറഞ്ഞില്ലേ, ഈ ആഴ്ച നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വേർതിരിച്ചിരിക്കുക, കരയാൻ വേണ്ടി വേർതിരിച്ചിരിക്കുക, ചിലതിനെ പൊളിച്ചെഴുതാൻ വേണ്ടി വേർതിരിച്ചിരിക്കുക. അമ്മേ, എന്നും വിടുതല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ചിലതിനെ യാഥാർത്ഥ്യമായി അനുഭവിക്കണോ. അമ്മേ, ഒരു സ്പിരിച്വൽ വാർഫെയറിന്റെ അടുത്ത തലത്തിൽ ഇന്ന് രാത്രി നിൽക്കുന്നത്. We are going to cancel something. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കും, ഇതെന്താ ദൈവമക്കൾക്ക് മാത്രമേ ക്ലെയിം എന്ന്. അതിൻ്റെ റീസൺ ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, ആമേൻ, അവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ, ആമേൻ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താന്. അപ്പം സാത്താന് ഭൂമിയിലുള്ള സകല മനുഷ്യരെ എന്ത് ചെയ്യാൻ കഴിയും? തെറ്റിക്കാൻ കഴിയും. ആമേൻ. തെറ്റിക്കാൻ കഴിയാത്തവരോട് അവൻ എന്തോ ചെയ്യും? 10-ാം വാക്യം വായിച്ചേ. 10-ാം വാക്യം. ആമേൻ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. പിശാച് സാധാരണ മനുഷ്യനെ തെറ്റിക്കും. തെറ്റാത്തവനെ കുറ്റം പറയും. ഞാൻ ഫോൺ വിളിക്കുമ്പോഴെല്ലാം എൻ്റെ ഫോൺ കേട്ട് എൻ്റെ കുശുമ്പും കുന്നായ്മയും നുണയും കൊതിയും എല്ലാം കേട്ടോണ്ടിരുന്നാൽ ഞങ്ങൾ ചങ്കാണേ. അത് കേട്ടില്ലെങ്കിൽ അവനെ ഞാൻ ആലേക്ക് വെളുപ്പിച്ച് കീറി ഭിത്തിയിലൊട്ടിക്കും. ജീസസ് അവൻ്റെ കസ്റ്റോഡിയൻസ് ആണ്. നീ അതിനെ ഭയപ്പെടണ്ട. ജീസസ്. ഇന്ന് രാത്രി കണ്ടോ, നിന്നെ തെറ്റിക്കാൻ കഴിയാത്തത് കൊണ്ട് നിനക്കെതിരെ അവൻ ക്ലെയിം ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ അവനെ തള്ളിയിട്ടു. ആ ക്ലെയിം ഉയർത്തുന്ന ഒരാളെ അതിനെ ഒറ്റ വേർഡാണ് പറഞ്ഞിരിക്കുന്നത്. അക്യൂസർ, അപവാദി. ഇതെങ്ങനെയാണ് ജയിക്കുന്നതെന്നറിയാമോ? എങ്ങനെയാണ് ജയിക്കുന്നത്? അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്: കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും. ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ആമേൻ. അടുത്ത ഒരു ഭാഗം ഞാൻ ചോദിക്കാം. കുഞ്ഞാടിൻ്റെ രക്തം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാക്ഷ്യവചനം എന്താണ്? സാക്ഷ്യവചനം കർത്താവിൻ്റെ കാൽവറിയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നിനക്കെതിരെയുള്ള എല്ലാ ക്ലെയിമുകളും യേശുവിൻ്റെ രക്തത്താൽ എല്ലാവരും ബൈബിളുകളെ അടച്ചിരിപ്പിടങ്ങളിൽ വെച്ച് എഴുന്നേറ്റ് നിന്നെ. ശബല കതുരിയ മഹശപ്രവാർഥാനിയ അതനമനാം പ്രവാചിയം ബാലകടം ബ്രഹ്മ ശംഭൂര മഹസ്യത്തേനി ലക്കഠരാം പ്രവാചിയം പ്രവർത്തനിയ. എല്ലാ കണ്ണുകളും അടഞ്ഞ് അന്യഭാഷകളിൽ അധരം തുറന്ന് യേശുവിൻ്റെ രക്തത്താൽ ജയം പറഞ്ഞ് എല്ലാ ക്ലെയിമുകളെയും ഞാൻ ഇതിനകത്ത് ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ക്ലെയിമുകളെയും ഇതിനകത്ത് ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ ക്ലെയിമുകളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. By the blood of Jesus. യേശുവിൻ്റെ നാമത്തിൽ നിനക്കെതിരെ ക്ലെയിം ഉയർത്തുന്ന, ഡിസ്പ്യൂട്ട് ഉയർത്തുന്ന ഇന്ന് രാത്രി ഏത് വിഷയത്തിലാണോ, നിന്റെ ഹെൽത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ സ്വസ്ഥതയ്ക്കെതിരെ, നിന്റെ സന്തോഷത്തിനെതിരെ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനെതിരെ, നിന്റെ ഫിനാൻസിനെതിരെ, നിന്റെ ദൈവിക ബന്ധത്തിനെതിരെ, ഹോളി സ്പിരിറ്റ് നിന്നെ കൊണ്ട് ലാഭം കൊയ്യാൻ നിന്നിട്ട് നടക്കാതെ പോയത് കൊണ്ട്, അവൻ്റെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കാൻ കഴിയാഞ്ഞതിലെ കലിപ്പ് കൊണ്ട്, അവൻ്റെ കമ്പനിയിൽ നിന്നെ ജോലി ചെയ്യാൻ കിട്ടാഞ്ഞത് കൊണ്ട്, അവൻ്റെ പ്ലാറ്റ്ഫോമിൽ അവൻ്റെ അസോസിയേറ്റ് ആയിട്ട് നിന്നെ കിട്ടാഞ്ഞത് കൊണ്ട് നിനക്കെതിരെ ഉയർത്തുന്ന സകല ക്ലെയിമുകളോ, whatever may be, it may be human, it may be territorial, it may be demonic, ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ.
യേശുവിന്റെ രക്തത്തിൽ ജയം. എല്ലാ അധരങ്ങളും തുറന്നു പറഞ്ഞ് യേശുവിന്റെ രക്തത്തിൽ ജയം. നിന്റെ കുടുംബത്തിനെതിരെ കിടക്കുന്ന ചില ക്ലെയിമുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ രാമസബറബലഹതുരിയാന റൈകശിബികതോല മഹസതേരി റമാജംബാലം ജേലം ഉടകടകട ഗഞ്ചലമൗടി രക്തത്താൽ ജയം. എല്ലാ ക്ലെയിമുകളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ക്ലെയിമുകളെയും ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ക്ലെയിമുകളും ഇന്ന് രാത്രി കരമടിച്ച് പരിശുദ്ധാത്മാവിൽ എന്നാള് സുഗന്ധാരം രക്തം ജയം. എതിരിയ സുഗന്ധാരം രക്തം ജയം. അധികാരം താഴ്ന്നിടും രക്തം ജയം. അതിശയം ചെയ്തിടും രക്തം ജയം. അധികാരം താഴ്ന്നിടും രക്തം ജയം. അതിശയം ചെയ്തിടും രക്തം ജയം. രക്തം ജയം. രക്തം ജയം. കൽവാരിയേശുവിൻ രക്തം ജയ. കാരുണ്യനാഥനും രക്തം ജയ. കൽവാരിയേശുവിൻ രക്തം ജയ. കാരുണ്യനാഥനും രക്തം ജയ. രക്തം ജയ. പരിശുദ്ധമായ രക്തം ജയ. പാപങ്ങൾ പോക്കിടും രക്തം ജയ. പരിശുദ്ധമാക്കിടും രക്തം ജയ. എന്റെ ശാപങ്ങൾ നീക്കിടും രക്തം ജയ. സമാധാനം തന്നിടും രക്തം ജയ. എന്റെ ശാപങ്ങൾ നീക്കിടും രക്തം ജയ. സമാധാനം തന്നിടും രക്തം ജയ. രക്തം ജയ. രക്തം ജയ. രക്തം ജയ. രക്തം ജയ. യേശുവിൻ രക്തം ജയ. കാരുണ്യനാഥനും രക്തം ജയ. ഓ രക്തം ജയ. രക്തം ജയ. രക്തം ജയ. രക്തം ജയ. യേശുവിൻ രക്തം ജയ. രക്തം ജയ. കാരുണ്യനാഥനും രക്തം ജയ. രക്തം ജയ. എതിരിയ തുരത്തിടും രക്തം ജയ. രക്തം ജയ. രക്തം ജയ. രക്തം ജയ. രക്തം ജയ. എതിരിയ തുരത്തിടും രക്തം ജയ. ന്യായവിസ്താരത്തിൽ നിനക്കെതിരായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെ നീ കുറ്റം വിധിക്കും. ഇത് ദൈവത്തിന്റെ ദാസന്മാരുടെ അവകാശവും. രക്തം ജയ. രക്തം ജയ. യേശുവിൻ രക്തം ജയ. രക്തം ജയം. 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 ഓ രക്തം ജയം. രക്തം ജയം. രക്തം ജയം. രക്തം ജയം. രക്തം ജയം. കരമടിച്ചു പറഞ്ഞേ ഓ രക്തം ജയം. ഓ രക്തം ജയം. ഓ രക്ഷാല ബാരാ ധീരെ 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 അത്തോല സാരെ ധീരെ 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 അർത്തേനെ നെगे से लेके ठेलेगे हम दो न जाना धारा रागसेरे എരേ ബരേഗേ. എല്ലാ പിതാക്കന്മാരുടെ കാലത്തുള്ള ക്ലെയിമുകളും എല്ലാ കുടുംബ ക്ലെയിമുകളും യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തുന്ന എല്ലാ ക്ലെയിമുകളും, ജീവിതത്തിന്റെ ഉയർച്ചയെ തടഞ്ഞു നിർത്തുന്ന എല്ലാ ക്ലെയിമുകളും ഇന്ന് രാത്രി ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നന്മ തെളിഞ്ഞു വരട്ടെ. പ്രോസ്പെരിറ്റി ഓപ്പൺ ആകട്ടെ. ബ്ലെസ്സിംഗുകൾ റിലീസ് ആകട്ടെ. I declare